ചുഴലിക്കാറ്റ് വളരെ ആരോഗ്യകരമായ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം എന്താ വെച്ചാല് ഈ നമ്മുടെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അതിന്റെ എല്ലാ ആരവങ്ങളും ഇപ്പോ അവസാനിച്ചിരിക്കുന്നു. അതിൻ്റെ അകത്ത് നാടകത്തിന്റെ ആരവം എന്ന് പറയുന്നത് മറക്കാനാവില്ല. കാരണം സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നതിന് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതൊരു സംസ്ഥാന കലോത്സവത്തിലെ ഏറ്റവും കൂടുതൽ റിവോൾട്ടിംഗ് ആയിട്ടുള്ള, ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുന്ന, സാമൂഹ്യ മാറ്റം പഠിപ്പിക്കുന്ന, വിമർശനം പഠിപ്പിക്കുന്ന ഒരേ ഒരു ഐറ്റം എന്ന് പറയുന്നത്, ഒരേ ഒരു ഐറ്റം ഒരു 5-6 ഐറ്റം ഉണ്ട്. അതിലൊന്ന് നാടകമാണ്, പിന്നെ ഒന്ന് മൈമാണ്, സ്കിറ്റാണ്, മോണാക്റ്റാണ്, മിമിക്രിയാണ്, കാർട്ടൂണാണ്, അങ്ങനെ പെയിന്റിങ്സിന്റെ സാധ്യതകൾ. അതൊക്കെയാണ് നമ്മൾ ഈ കണ്ടംപററി സമകാലികമായ വിഷയത്തിൽ ഇടപെടാൻ പ്രേരിപ്പിക്കുന്നത്. കഥ, കവിത, രചന, അങ്ങനെ കുറെ സംഗതികളുണ്ട് അതിനകത്ത്. രചനാ മത്സരങ്ങൾ വേറെയുണ്ട്. അതെല്ലാം കണ്ടംപററിയാണ്. ക്ലാസിക്കലായിട്ടുള്ള ആർട്ടുണ്ട്, കേട്ടിരിക്കാവുന്നത്, ശ്രുതിമധുരമായ ഗാന. അതിനകത്ത് സാമൂഹ്യ വിമർശനം ഇല്ലല്ലോ. ക്ലാസിക്കൽ ആർട്ടാണ്, വർക്ക് ഓഫ് ആർട്ടാണ്, ഡെഡിക്കേഷനാണ്, അങ്ങനെയുള്ള. അപ്പൊ ആ ഐറ്റംസ് ഒക്കെ നമുക്ക് മാറ്റി നിർത്താം. കഥകളി, കൂത്ത്, കൂടിയാട്ടം, അങ്ങനെയുള്ള. ഇതിനകത്ത് നമുക്ക് സമകാലികമായി ഇടപെടുന്ന സ്ഥലങ്ങളാണ് ഞാൻ ഊന്നി പറയുന്നത്. അപ്പൊ ഒരു 250 മേലെ ഐറ്റംസ് വർക്ക് ചെയ്യുന്നതിൽ ഒരു 10, 15, 20 ഐറ്റമാണ് കഥാപ്രസംഗം അടക്കം ഈ സമകാലിക വിഷയം പറയാനുള്ള സ്പേസ് തരുന്നുള്ളൂ. അതാണ് അതിന്റെ വിഷയം. പക്ഷെ നമ്മൾ അതെല്ലാം മ്യൂസിക് പീസ് പോലെ മറ്റതെല്ലാം അംഗീകരിക്കണം. കാരണം അത് ഒരു കാലങ്ങളായിട്ട് എടുത്തു വന്നിട്ടുള്ള ഒരു സിദ്ധിയും സാധനയുമാണ്. അപ്പൊ അത് നമ്മൾ അംഗീകരിക്കണം. മേളമായാലും എല്ലാം അംഗീകരിക്കണം. അതിനകത്ത് മേളം നമുക്ക് വേണമെങ്കിൽ നാടകക്കാർക്ക് ഉപയോഗിക്കാം. നമുക്കതിന് സാമൂഹ്യ വിമർശനത്തിന് വേണ്ടി നമ്മുടെ കണ്ടന്റിലേക്ക് ഇതിന് പതുക്കെ അത് മെർജ് ചെയ്ത് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് ആലോചിക്കാം. പക്ഷെ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കലാമത്സരങ്ങൾ കഴിയുമ്പോൾ, ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിയുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത് നാടകവേദിയിലാണ്. കാരണം ഭരത് പി ജാനിയുടെ പേരില് 7 തവണയായി നമ്മൾ 2014 തുടങ്ങി അങ്ങനെ വന്ന് കണ്ണൂരും പാലക്കാടും തുടങ്ങി കണ്ണൂര്, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂര്, കോഴിക്കോട്, അങ്ങനെ വന്ന് 6 വർഷം കഴിഞ്ഞിട്ട് 7ാമത്തെ വർഷമാണ് നമ്മൾ ഇപ്പോ. ഒരു 2019 ശേഷം ഒരു ബ്രേക്ക് വന്നത് കൊറോണയാണ്. 2 വർഷം കൊറോണ കൊണ്ട് ഇപ്പൊ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് മാറിയല്ലോ. അപ്പൊ അത് പിന്നെ തൃശ്ശൂര് കലോത്സവം വന്നപ്പോഴാണ് നമ്മൾ ഭരത് പി ജാനിയുടെ പേരിലുള്ള ഈ അവാർഡ് നടന്മാർക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനം വരികയും, അത് ഞാൻ മാത്രമല്ല, ബിന്നിമട്ടി മരിച്ച കാരണം അദ്ദേഹത്തിന്റെ പേരിൽ ഫൗണ്ടേഷൻ വന്നു. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് അവാർഡ് പറഞ്ഞിരുന്നു. പക്ഷെ ബിന്നിമട്ടി 2024 മരിച്ചപ്പോ 25, 24 ഒക്കെ കഴിഞ്ഞു പോയി. നമുക്ക് പിന്നെ ബിജാനിനെ അവാർഡ് നടത്തി. പക്ഷെ അത് നമ്മൾ മെയിനായിട്ട് മറ്റ് അവാർഡാണ്, നാടക, ഡോക്യുമെന്ററി, ഷോർട്ട് ഫിലിം, പ്രതിഭ അവാർഡ് അങ്ങനെ കൊടുക്കുന്ന വലിയ വിപുലമായ പരിപാടിയാണ്. 100ഓളം അവാർഡ്സ് കൊടുക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ അടക്കമുള്ള പരിപാടിയാണ്. അതൊക്കെ നമ്മൾ പിന്നെ നടത്തി. കഴിഞ്ഞ വർഷം നടത്തിയില്ല, ഈ വർഷം നടത്തി. അപ്പൊ തീർച്ചയായിട്ടും ഈ വർഷം തൃശ്ശൂർ വരുമ്പോ നമ്മളുടെ പ്രശ്നം എന്താ വെച്ചാല് ഭരത് പി ജാനിയുടെ പേരിൽ അവാർഡ് കൊടുത്തേ പറ്റൂ. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പോ ബിന്നിമട്ടി ഫൗണ്ടേഷൻ ഉണ്ട്, ഒളീവിയ കൃഷ്ണകുമാർ അടക്കം എന്റെ പഴയ വ്യാസ കോളേജിലെ പഴയ നടനും ഒക്കെയാണ്. വളരെ ക്രിയേറ്റീവായിട്ട് എല്ലാ സാംസ്കാരിക രംഗത്ത് ഇടപെടുന്ന ആളാണ് ഒളീവിയയിലെ കൃഷ്ണകുമാർ. പിന്നെ സൂര്യകിരൺ ഫിലിംസ് എന്ന് പറയുന്നത് കിഷനാണ്, ദുബായിലുള്ള. അത് അഗ്രി യൂണിവേഴ്സിറ്റി എന്റെ നടന്മാരാണ്. ഞാൻ അവനെയും മകളെയും വെച്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടില്ല. ഒരുപാട് നാടകങ്ങള്, ഒരുപാട് നല്ല അഭിനയം മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച ആൾക്കാരാണ് ജയകിഷനൊക്കെ. അപ്പൊ അവരാണ് സൂര്യകിരൺ ഫിലിംസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല, നമ്മുടെ ഈ വർഷത്തെ സ്കൂൾ കലോത്സവം കഴിയുമ്പോൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറിയില് ഒരു ഭാഗത്ത് ഭയങ്കര പോസിറ്റീവ് എനർജി തരികയും ഒരു ഭാഗത്ത് ഭയങ്കര നിരാശയും തരുന്നുണ്ട്. ഈ നാടകത്തിന്റെ അവതരണ രീതി, എന്റെ രംഗഭാഷയിൽ പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്നു എന്ന് പറഞ്ഞാല് അതിന് അഭിനയിച്ച കുട്ടികളാണ്. എല്ലാ കുട്ടികളും എല്ലാ നാടകത്തിലും, മോശമായ നാടകത്തിലടക്കം
ഭയങ്കര സ്പാർക്കുള്ള കുട്ടികളാണ്. നാടകം മറ്റു പല കാരണങ്ങളാൽ അത് ബി ഗ്രേഡായി സി ഗ്രേഡായി എന്നുള്ളതല്ല. അതിൽ അഭിനയിച്ച കുട്ടികൾ അതിമനോഹരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള കലിബറുള്ള കുട്ടികളാണ്. അവരെ ഇപ്പൊ ഹൈസ്കൂൾ നാടകത്ത് നമുക്ക് ഒരു 15 വയസ്സിന്റെ ഒരു സൈക്കോളജി നോക്കാം. അതിന്റെ ഗ്രോത്ത്, അവരുടെ അനുഭവം ആണ് അത്രയേ ഉള്ളൂ. എന്നിട്ട് 30 വയസ്സ് 50 വയസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ 15 വർഷത്തിനുള്ളിൽ അവരെ എന്താർജിച്ചിരിക്കുന്നു, അവരെന്ത് ഒബ്സർവ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആ ഒരു സംഗതിയാണ്. ഒരു അഗസ്റ്റോബോൾ തിയറിയിൽ നമ്മൾ ആദ്യമേ തന്നെ സംവിധായകർ ചെന്ന വശം അവരുടെ ജീവിത പശ്ചാത്തലവും അവരുടെ അനുഭവങ്ങളുമാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ തമ്മിൽ പരസ്പരം ഇന്റിമസി ഉണ്ടാകുന്നത് ഫ്ളാറ്റിൽ നിന്ന് വരുന്ന കുട്ടി, കൊട്ടാരത്തിൽ നിന്ന് വരുന്ന കുട്ടി, കുടിലിൽ നിന്ന് വരുന്ന കുട്ടി, ഇവർ തമ്മിലൊരു ഇന്റിമസി ആദ്യം ഉണ്ടാവണം. അത് തിയേറ്ററിന്റെ മാത്രം പ്രത്യേകതയാണ്. സിനിമയ്ക്കൊന്നും അത് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം കമ്പാർട്ട്മെന്റ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അതിന്റെ ഷോട്ടുകൾ എടുക്കുന്നത്. ആര് വരുന്ന എന്ത് പോകണമെന്ന് എല്ലാവർക്കും ഒന്നും അറിയൊന്നുമില്ല. പക്ഷെ ഡ്രാമ എന്ന് പറയുമ്പോൾ കളക്റ്റീവ് ആയിട്ടുള്ള വർക്കാണ്, കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള വർക്കാണ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടാണ്. ക്രിയേറ്റീവ് ആക്ട് ദലൂഷിന്റെ ഭാഷയിൽ പറഞ്ഞ ക്രിയേറ്റീവ് ആക്ടാണ്. സിനിമയെ കുറിച്ചാണ് പുള്ളി അത് പറഞ്ഞത്, ഫ്രഞ്ച് ഫിലോസഫർ. അപ്പൊ ദലൂഷ് പറയുന്നത് ക്രിയേറ്റീവ് ആക്ടാണ് സിനിമ. ജസ്റ്റ് ലൈക്ക് ഡോസ്റ്റോവസ്കി റൈറ്റിംഗ് നോവൽസ്. അത്രയും ഗൗരവത്തിൽ കാണണം. പക്ഷെ നമ്മൾ തിയേറ്ററിനെ കുറിച്ച് അതുപോലെ തന്നെ പറയുന്നു, അത്ര ഗൗരവത്തിൽ കാണണം. ആക്ഷേപഹാസ്യം ചെയ്യുമ്പോഴും ചാർലി ചാപ്ലിനെ ഓർക്കണം, ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. ഹിറ്റ്ലർ ജീവിച്ചിരിക്കുമ്പോ അട്ടപ്പൂരി കളഞ്ഞ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. അപ്പോ കുഞ്ചതമ്പിയാരെ ഓർക്കണം കേരളത്തില്. അപ്പൊ നമ്മൾ അങ്ങനെ വേണം ആക്ഷേപഹാസ്യം കൈകാര്യം ചെയ്യാൻ. കളിച്ച് പെയിൻഫുള്ളായി കുത്തിനോടത്ത് കുത്താൻ പറ്റണം. നമ്മൾ കളിച്ച് കളി കാര്യമാവുന്ന ഒരു സ്ഥലം വേണം. എന്നിട്ട് അവസാനിക്കുമ്പോൾ നമ്മൾ വീണ്ടും ആഘോഷമാണ്, ജന്മമാണ്, നമ്മുടെ മനുഷ്യ ജന്മമാണ്, അതിജീവനത്തിന്റെയാണ്. കുട്ടികളെ തിയേറ്ററിൽ അത് വേണം. പെയിൻഫുള്ളായിട്ട് ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഗ്ലൂമി ആയിട്ട് അങ്ങനെ പ്ലേ അവസാനിപ്പിക്കരുത്. പ്ലേ അതിന്റെ ഒരു മുഹൂർത്തം കൊടുത്തതിനു ശേഷം പിന്നെ നമ്മൾ മുന്നോട്ട് പോകും, സെലിബ്രേറ്റ് ചെയ്യും എന്നുള്ളിടത്തേക്ക്. അതാണ് ചിൽഡ്രൻസ് തിയേറ്ററിന്റെ ഫസ്റ്റ് ഗ്രാമർ എന്ന് എനിക്ക് തോന്നിയത്. കളിയിൽ നിന്ന് തുടങ്ങി കാര്യത്തിലേക്ക് എത്തിയിട്ട് വീണ്ടും നമ്മൾ കളിച്ച് മുന്നേറും എന്നുള്ള പറയുന്ന ഒരു ലോക ഫുട്ബോൾ തിയറി എന്ന് പറയുന്ന രീതിയിൽ വേണം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ചില പ്ലേകളുടെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ നടീനടന്മാരും അഭിനേത്രികളും അതിഗംഭീരം. ഡിസൈൻ എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ടാണ് ഈ സ്പേസിനെ ഈ ഹൊറിസോണ്ടൽ തലങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത്? എന്താ ഈ വെർട്ടിക്കൽ തലങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തത്? ഈ രണ്ടറ്റത്ത് കിടക്കുന്ന ഡൗൺ സ്റ്റേജ് അപ്പ് സ്റ്റേജ് എന്നുള്ള തിയറി വെച്ച് നോക്കിയാൽ തന്നെ ഒരുപാട് ഉയരങ്ങളിലെ സ്പേസ് കിടക്കുന്നുണ്ട്. അതിപ്പോ സ്റ്റേജ് എന്നുള്ള വിട്ടിട്ട് സ്റ്റേജിന് പുറത്തും കിടക്കുന്നുണ്ട്. എന്തേ ഒരു ആക്ടർക്ക് ഇങ്ങനെ കേറിയിട്ട് പുറത്ത് കേറിയിട്ട് ആ പുറത്തേക്ക് ആ ഭാഗത്തുള്ള വിങ്സിന്റെ അവിടെ നിന്നിട്ട് എന്താ ജനങ്ങളോട് വിളിച്ചു പറയാൻ പറ്റാത്തത്? ജഡ്ജ് ഫ്രണ്ടിലിരിക്കണല്ലോ, ജഡ്ജിന്റെ തലയുടെ മുകളിലൊക്കെ വന്നിട്ട് വേണം ഡിസൈൻ വരാനാണ് ഞാൻ പറയാം. എങ്ങനെ നോക്കിയിട്ട് വേണം അവര് ജഡ്ജ് ചെയ്യാൻ. അത്തരം സങ്കേതങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ ഈ ഇവര് തരുന്ന സ്പേസ്, ആ സ്പേസ് ഇടിഞ്ഞ സ്പേസ് ആയിരുന്നു. അതിന്റെ ഒരുപാട് പവലിയൻ ഇങ്ങനെ കെട്ടി കൊതിപ്പിച്ച് അറ്റം വരെ ഇങ്ങനെ പവലിയൻ കെട്ടി ഭയങ്കര തണുപ്പ്. നമ്മളിങ്ങനെ ഇരുന്നോളും, മനസ്സിലായി? എങ്ങനെ ഇരിക്കാന്നുള്ള. ഞാൻ ആ സംസ്കൃതം കാണാൻ പോയപ്പോ ഈ സ്റ്റേജിന്റെ കെണി ആദ്യ ലുക്കിൽ എനിക്ക് കിട്ടിയില്ല. സംസ്കാരം ഞാൻ പോയിട്ട് എന്റെ സുഹൃത്തുക്കള് നാടകക്കാരൻ ഒരു 10-12 കണ്ടു ഞാൻ. അപ്പോൾ ഞാൻ ഓഡിറ്റോറിയം ഓപ്പൺ എയർ ഹൈക്ക തണല് ഒരുപാട് പുറത്തൊക്കെ ആയിട്ട് 10,000 പേര് കൊള്ളും. വേണേ നിറഞ്ഞു കവിഞ്ഞിങ്ങനെ നിന്ന് കാണാമെന്ന് മാത്രമേ കണ്ടുള്ളൂ. സ്റ്റേജ് നമ്മള് ഫ്രണ്ടിലേക്ക് പോകാത്ത നീളം കണ്ടു, ഉയരം, അത് വളരെ ഇമ്പോർട്ടന്റാ. നമ്മുടെ ചെസ്റ്റ് ലെവലിൽ ഇങ്ങനെ നിന്ന് അവിടെ നിന്ന് നമ്മൾ ഇരിക്കുന്ന ആളുകളുടെ പൊസിഷൻ ഐ വ്യൂല് വേണം സാധനങ്ങൾ കാണാൻ. അവരിങ്ങനെ നോക്കാനും പാടില്ല, ഇങ്ങനെ നോക്കാനും പാടില്ല. പക്ഷെ അവർ ഈസി ആയിട്ട് കാണുന്ന ലെവലിൽ വേണം സ്റ്റേജിന് ഹൈറ്റ് നിർണ്ണയിക്കാൻ. ഇപ്പൊ നമ്മളിവിടെ കളിച്ച നാടക സ്റ്റേജ് ഒരടി കൂടി ഉയർത്തണം. ആ ഉയർന്നു നിൽക്കുന്ന സ്റ്റേജ് അതിനൊപ്പം അപ്പ് ഇതിന്റെ റൂഫിംഗ് ഉയരണം. അപ്പൊ അതിനനുസരിച്ച് ഓഡിറ്റോറിയം ഉയരണം. ആ ചെലവ് കാണണം ഗവൺമെന്റ്. കാരണം ഏറ്റവും സാമൂഹ്യ മാറ്റമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാമൂഹ്യ വിമർശനമുള്ള ഏറ്റവും ശക്തമായിട്ട് പ്രയോഗിക്കേണ്ട കാലത്ത് ഫാസിസത്തെ നേരിടാനായിട്ട് ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് നാടകമാണ്.
മോണാക്ട് ആണ്, മിമിക്രിയാണ്. മോണാക്ടും മിമിക്രിയും ഒന്നും സംഘക്രിയ അല്ലാത്തതുകൊണ്ട് ഒരു ഇൻഡിവിജ്വൽ സ്ഥലം കൊടുത്താൽ മതി, ഓക്കെ. മൈമ് സംഘക്രിയാണ്, സ്കിറ്റ് സംഘക്രിയാണ്. പക്ഷെ നാടകം പോലെ 30 മിനിറ്റ് സമയമെടുത്ത് 10 മിനിറ്റ് സെറ്റിങ്സിനും 5 മിനിറ്റ് റിമൂവലിനും 45ഓളം മിനിറ്റുകൾ പോകുന്ന ഒരു 7-3-10 പേര് ഗംഭീരമായ സംഘബോധത്തിൽ നിൽക്കുന്ന ഒരേ ഒരു മത്സര ഇനമാണ് ഡ്രാമ. അതാണ് നാളത്തെ ചരിത്രത്തെ നിർണയിക്കുന്ന മത്സരം, ഫാഷിസത്തെ നേരിടുന്ന മത്സരം. ആ മത്സരത്തിന് ഇപ്പൊ കൊടുത്ത ഈ സ്പേസ് പോരാ. സാംസ്കാരിക വകുപ്പിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും കൂടിയാണ് പറയുന്നത്, ഈ സ്പേസ് പോരാ. ഇനിയിപ്പോ ഇൻഡോർ നമ്മുടെ സംഗീത അക്കാദമി ഓഡിറ്റോറിയവും പോരാ. 600 പേര് കൊണ്ടു LED വാള് കൊടുത്തു, അതൊന്നും കാര്യമില്ല. നമുക്ക് വളരെ വിശാലമായ തലത്തിൽ ആയിരക്കണക്കിന് പേരിരുന്ന് കാണുന്ന, അവിടെ പോയി കഴിഞ്ഞാൽ 5000 പേർക്ക് കാണാം. ബാക്കിലിരുന്നാലും ശക്തമായിട്ട് ഡയലോഗ്സ് കേൾക്കാം. ഡയലോഗ്സ് ഇങ്ങനെ ചെവിയില് അതിന്റെ ആംഫി തിയേറ്ററിന്റെ പോലെ സൂക്ഷ്മമായ ബ്രീത്ത് പോലും കേൾക്കാം. അങ്ങനെയല്ലേ പ്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നതിന് പകരം ഒരു ഫ്രണ്ട് റോയില് കുറച്ചു പേർക്ക് കേൾക്കാം. പിന്നീട് ഞാനൊക്കെ ബോക്സിന്റെ അടുത്ത് വന്ന്, അപ്പൊ എന്താ പ്രശ്നം പറയും, ചെവിക്ക് നല്ല പണി കിട്ടും. ഇങ്ങനെ അടിക്കും. വന്നിട്ട് മ്യൂസിക് ആ ചാനൽ ഓക്കെയാണ്, ഡയലോഗ് ചാനൽ ഓക്കെ അല്ല, അനൗൺസ്മെന്റ് ചാനൽ ഓക്കെയാണ്, മ്യൂസിക്കിന്റെ ട്രാക്ക് ഓക്കെയാണ്, ചാനൽ ഓക്കെയാണ്. പക്ഷെ ഡയലോഗ് ഡെലിവറി, അപ്പൊ ഈ നടന്മാരും നടികളും എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലായ പല നാടകക്കാരും പ്രശ്നം, സെറ്റിനെ അവര് ബാക്ക് എന്നുള്ളത് വിട്ടിട്ട് ഈ ഒരു അപകടം സ്റ്റേജിനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഫ്രണ്ടിലേക്ക് കയറ്റിടുന്ന അവസ്ഥ വന്നു. അപ്പൊ ഒരു 50% ആക്ടിങ് ഏരിയ മുങ്ങിപ്പോയി. ഏറ്റവും മികച്ച നാടകമായി എന്ന് പറയുന്ന നാടകങ്ങൾക്ക് പോലും ഇത് സംഭവിച്ചിട്ടുണ്ട്. അവർ ഫ്രണ്ടിലേക്ക് കയറ്റിടാനുള്ള കാരണം എന്താണ്? സ്റ്റേജ് ലിമിറ്റഡ് ആണ്. മൈക്രോഫോൺ കാച്ചിങ്, ഹൗളിംഗ്, ആംബിയൻസ് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ഫ്രണ്ടിലേക്ക് കയറ്റിടാൻ നിർബന്ധിക്കപ്പെടുന്നു. എല്ലാ കുട്ടികളോടും പറയുന്നു ഫ്രണ്ട് റോയിൽ നിന്ന് അഭിനയിക്കുന്നു എന്ന് പറയുന്നത്. പല പ്ലേകളും നമ്മൾ മനസ്സിലാക്കിയത് ഇങ്ങനെ കേറിയിറങ്ങി ഇങ്ങനെ പോകുന്നതിന് പകരം ഈ ഒരു വട്ടത്തിൽ ആക്ട് ചെയ്യേണ്ടി വരുന്നു. ഇത് തലേദിവസം ഈ സ്റ്റേജിന്റെ അപകടം മനസ്സിലാക്കുമ്പോൾ റിഹേഴ്സലിൽ വരുന്ന സംവിധായകൻ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മൾ സെൻട്രൽ സ്റ്റേജ് സ്പേസ് അത് കീപ്പ് ചെയ്ത് ആക്ട് ചെയ്യാണ് നല്ലത്. മയക്ക പിടിച്ച് ആക്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ പിന്നെ ഡ്രാമ അതിന്റെ ലൈഫ് എവിടെയോ പോകുന്നു, ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി വരും. പല കുട്ടികളും നേരിട്ട് മോട്ടിവേഷനിൽ ഞാൻ ഇങ്ങനെ ഒരാളോട് പറയുന്നതിന് പകരം 2 ഡയലോഗ് ഇങ്ങനെ പറയും, മൈക്കോട് പറയും, പിന്നെ ഇങ്ങനെ പറയും, ഇങ്ങനെ പറയും. എന്തൊരവസ്ഥയാണ്! എന്താണ് അതിന്റെ ലോജിക്? ഞാനിപ്പോ ഇപ്പുറത്തുള്ള ഒരാളോട് അമ്മയും മകളും തമ്മിലുള്ള സീൻ ഇങ്ങനെ പറയണെങ്കിൽ ഇങ്ങനെ പറയണ്ടേ? അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് പറയാ. ഞാൻ എന്റെ വീട്ടിൽ ഇങ്ങനെ പറയൂ, ഇതിങ്ങനെ പറയൂ. ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ മോട്ടിവേഷൻ ഇങ്ങനെ പരിമിതമായ സ്റ്റേജിന്റെ പ്രശ്നം കാരണം ഡിസൈൻ ചെയ്ത സംവിധായകൻ പോലെ ഇടയ്ക്കിടയ്ക്ക് മൈക്കിനോട് സംസാരിച്ചോ എന്ന് പറയും. മൈക്ക് എന്താ കഥാപാത്രമോ? നമ്മളത് വീട്ടിലൊക്കെ മൈക്ക് തൂക്കിയിട്ടുണ്ട്, ചന്തയിലും ഇറച്ചിക്കടയിലും ബീച്ചിലൊക്കെ മൈക്ക് തൂക്കിയിട്ടിരിക്കുക. ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിങ്, ആ ബിഹേവിങ്ങിന്റെ ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള എനർജി, ദാറ്റ് ഈസ് പ്രൊസീനിയൻ ഡ്രാമ. നമ്മുടെ സാൻഡ്വിച്ചും അറീന ഫോമും അല്ല ഉദ്ദേശിക്കുന്നത്, ഇന്റിമേറ്റ് തിയേറ്റർ അല്ല. പ്രൊസീനിയൻ ഡ്രാമയില് ഈ റീക്രിയേഷൻ ഓഫ് ഡ്രാമയാണ്, റീക്രിയേഷൻ ഓഫ് ലൈഫാണ്, റീപ്രൊഡക്ഷൻ ഓഫ് ലൈഫാണ് വിത്ത് എൻ എക്സാജറേറ്റഡ് കണ്ടന്റ്. എന്തായാലും നമ്മൾ സ്വാഭാവികമായി ബിഹേവ് ചെയ്താൽ വിജയിക്കില്ല. അത് ഇത്തരം മൈക്ക് സിസ്റ്റം തരുന്നിടത്ത് ഒട്ടും വിജയിക്കില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ആക്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല സാൻഡ്വിച്ചാണ്. അത് വേറെ പോട്ടെ, ഇവിടെ അങ്ങനെ മത്സരമല്ലല്ലോ. നമ്മൾ പ്രൊസീനിയത്തിലിരുന്ന് ബാക്കിലേക്ക് ഇതിങ്ങനെ പോകുന്ന ഓഡിയനാണ്. അങ്ങനെ 5000 പേര് ഇരിക്കുന്ന ഓഡിയൻ എന്ന് പറഞ്ഞാൽ ബാക്കിലുള്ളവർക്ക് ഡയലോഗ് മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ ചെറിയ ചലനങ്ങൾ ഇങ്ങനെ കാണും, കണ്ണിന്റെ എക്സ്പ്രഷനൊന്നും കിട്ടില്ല. അതൊക്കെ ജഡ്ജസിന് വേണ്ടിയിട്ടാണ്. അത് മനോഹരമായിട്ട് ജഡ്ജസ് ഉൾക്കൊള്ളും. അത് അത്രയും ആർജവമുള്ള ജഡ്ജ്മെന്റ് തന്നെയാണ്. ജഡ്ജ്മെന്റിനെ കുറ്റം പറയുന്നില്ല, അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. എനിക്കറിയാം ഡോക്ടർ പ്രമോദ് പയ്യന്നൂര്, സന്തോഷ് കെയാട്ടൂര്, പ്രവീൺ രാജ്, നമ്മുടെ അഡ്വക്കേറ്റ് താര, കാലങ്ങളായിട്ട് നാടകങ്ങളെ കുറിച്ച് നന്നായിട്ട് സംവാദം, ഞാനൊക്കെ നന്നായിട്ട് നടത്തുന്ന ആൾക്കാർ തന്നെയാണ്. അവരെ സംബന്ധിച്ച് അവരും ഇത് ഒബ്സർവ് ചെയ്യുന്ന ഫ്രണ്ടിലിരിക്കുന്നതാണ്. ഡയലോഗ് അവർക്ക് കേൾക്കാം. പക്ഷെ ഞാൻ പറയുന്നത് സംഘാടകരോട് വീണ്ടും പറയണം, ഇങ്ങനെ അപകടകരമായ സ്റ്റേജ് തരല്ലേ.
സ്റ്റേജ് ഇരിക്കുക, ഓഡിയൻസിന് വേണ്ടി മാത്രം ഇങ്ങനെ സ്റ്റേജ് കിട്ടുക, പവലിയൻ കിട്ടുക എന്നുള്ളതല്ല. സ്റ്റേജ് അഭിനേതാക്കൾക്ക് വേണ്ടിയിട്ടാണ്, തിയേറ്ററിന് വേണ്ടി സ്റ്റേജ് ഒരുക്കണം. ബാക്കി ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, വന്നു പോകുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷെ ഹൈറ്റ് ഞാൻ ചോദിക്കുന്നത്, ഞാനവിടെ നാടകം ചെയ്ത് അവിടുന്ന് ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ ഇറങ്ങി വരുന്ന ഞാൻ ഡിസൈൻ ചെയ്താൽ എന്ത് ചെയ്യും? എനിക്ക് എങ്ങനെ വരാൻ പറ്റും? ഈ എത്രയും ഹൈറ്റിൽ ഞാൻ പറഞ്ഞു 20 അടി ഉയരത്തിൽ നിന്നിട്ട് ആൾ സംസാരിക്കണം, ഒരു ഗോവണി ഇങ്ങനെ വെക്കണം, ആ മോളിൽ നിന്ന് താഴെ ഏകാധിപതി മുകളിലും താഴെ പ്രജകളും, അവസാനം ഏകാധിപതി താഴെയും പ്രജകൾ മുകളിലും. ഇങ്ങനെ ഞാൻ ഡിസൈൻ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചാൽ ഞാൻ പെട്ടുപോകും, കർട്ടൻ പൊളിച്ചു മാറ്റേണ്ടി വരും. ഇതെന്താ പറയാൻ വെച്ചാൽ, പണ്ട് സംഗീത അക്കാദമിയുടെ പെരുമ്പാവൂർ ഒരു മേഖല മത്സരം നടന്നു. എന്റെ പ്ലേ ഉണ്ടായിരുന്നു പിറന്നാൾ സമ്മാനം, 96 പ്രിയനന്ദന്റെ സംഘടന ഉണ്ടായിരുന്നു. പ്രിയനന്ദന്റെ സംഘടന എന്ന് പറഞ്ഞാൽ വല്ല വൈഡാങ്ങളിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സൈഡ് വിങ്സും ഒഴിച്ചു മാറ്റി കർട്ടനൊക്കെ ഊരി വേറെ രീതിയിൽ വെച്ചു. ഫുൾ സെറ്റ് ഒരുക്കിയിട്ടാണ് അന്ന് ഒരുക്കിയത്. കടലടക്കം കയറി വരുന്നതും ജോയ് മാത്യുവിന്റെ രചനയിൽ പ്രിയനന്ദനം ചെയ്തു വല്ലച്ചർന്ന്. 1996 സംഗീത അക്കാദമി അമച്ചർ മത്സരം. എന്റെ പിറന്നാൾ സമ്മാനം ഉണ്ട്, അതിന്റെ പുറകെ ഉണ്ട്. അപ്പോ ഇതെല്ലാം മാറ്റാനായിട്ടുള്ള ഫ്രീഡം അവർ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കൊടുത്തിട്ട് ഇതെല്ലാം റീസെറ്റ് ചെയ്തു. കാരണം ഞാൻ വൈഡ് ഇതിലല്ല ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് സ്പേസ് ഞാൻ ഉപയോഗിച്ചു, പല്ലിയും ജലന്തിയും പേരിലൊക്കെ ഉണ്ട്. എത്ര ഇതാണ്. അപ്പൊ നമ്മളെന്താ വെച്ചാല് ആ സമയത്ത് ഈ വിങ്സ് ഒക്കെ അപകടമായതുകൊണ്ട് പ്രിയൻ അത് മാറ്റി. എന്നിട്ട് ഗംഭീരമായ പ്രൊഡക്ഷനാണ്. അത് സ്റ്റേറ്റിലേക്ക് കയറി. എനിക്ക് കുറെ വിവാദങ്ങൾ വന്നായിരുന്നു, എന്റെ പ്ലേ ഒക്കെ അവിടെ മേഖലയിൽ തള്ളിപ്പോയി. പിറന്നാൾ സമ്മാനം. പിന്നീട് അത് ടി.പി. സുകുമാരൻ മാഷ പേരിലുള്ള രചന അവാർഡൊക്കെ കിട്ടി. അത് ആരും പ്രയോഗിച്ചിട്ടില്ല. പിന്നീട് അപ്ലൈ ഞാൻ തന്നെ ചെയ്തുള്ളൂ, പിന്നെ അത് ചെയ്തില്ല. ഞാൻ പറഞ്ഞ എപ്പോഴും നമ്മള് ഇത് നാടകമായിട്ട് ബന്ധപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച നാടകം ചെയ്യുന്നവരോട് സംസാരിക്കുക. അതിൽ എന്നെയൊക്കെ ഉൾപ്പെടുത്താം. കാരണം 53 വർഷം തിയേറ്ററിന് വേണ്ടി നിന്ന് 100 നാടകം ചെയ്ത് ഒരുപാട് നാടക സംബന്ധമായ നിരൂപണങ്ങളും പുസ്തകങ്ങളും അങ്ങനെ സംഗീത അക്കാദമിയുടെ ഒക്കെ അവാർഡ് കിട്ടിയ ആൾക്കാരിൽ വെറുതെ ഒന്ന് വിളിക്കുക. പ്രിയനന്ദനെ വിളിക്കാം, ശശിധരൻ നടുവിൽ വിളിക്കാം. നാടകദ്വീപൊക്കെ അതിഗംഭീരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ, സംഘാടകരാ. E.T. വർഗീസ് മാഷ് വിളിക്കാം, സംഗീത അക്കാദമിയുടെ ആൾക്കാരെ വിളിക്കാം, പ്രേംപ്രസാദിനെ വിളിക്കുക. ഒന്ന് വിളിച്ച് കൂടിയിരുന്നിട്ട് എങ്ങനെ വേണം നാടകവേദി എന്ന് ഒന്ന് ഈ ബ്യൂറോക്രാറ്റ്സ് ഒന്ന് സംസാരിക്കണം. നല്ല എടാ, സാംസ്കാരിക വകുപ്പ് ഞങ്ങളെ പോലുള്ളവരൊക്കെ ഒന്ന് അതിനുവേണ്ടി ജീവൻ കൊടുത്ത ആൾക്കാരാ ഈ തിയേറ്റർ തെരുവിനൊക്കെ വേണ്ടി. അങ്ങനെയുള്ള ഒരു തൃശ്ശൂർ ജില്ലയിൽ ഒരു 10-20 പേരെ വിളിച്ചിട്ട് ഒരു കൂടിയാലോചന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ സുഹൃത്തുക്കളായ രാജനും മിനിസ്റ്ററൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഈ അപകടം വരുമോ? ആരോടെ കൺസൾട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. തിയേറ്ററിനെ കുറിച്ച് ഏറ്റവും ആധികാരികമായി സംസാരിക്കുന്ന ആൾ ഷിബു മാഷ എസ് കൊട്ടാരൻ, ഏറ്റവും പൊളിറ്റിക്കൽ തിയേറ്റർ ചെയ്യുന്ന ആൾക്കാർ, ഡ്രാമ സ്കൂള്. നമ്മളെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയിട്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ സ്കൂൾ കലോത്സവത്തിന്റെ നാടകവേദി ഒന്ന് ചർച്ച ചെയ്താൽ എന്താ പ്രശ്നം? 10-50 വർഷം 50 മേലെ വർഷം ഡെഡിക്കേറ്റ് ചെയ്ത ആൾക്കാരാണ്. ഏറ്റവും മികച്ച തിയേറ്ററിനെ കുറിച്ച് നന്നായി എഴുതി. ഞാനൊക്കെ സംഗീത അക്കാദമിയുടെ നാടക നിരൂപണം എഴുതിയിട്ടുള്ള അവാർഡ് മേടിച്ചാണ്. അപ്പോ വല്ലച്ചറ നാടകക്കാര്, ചെറൂർ രംഗചേതന, രാമ സ്കൂള്, KV ഗണേഷ് അടക്കം എല്ലാവരും വിളിക്കുക. ഇനി ചിൽഡ്രൻസ് സീറ്റിൽ 2 തവണ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് ഇന്ദിര മച്ചാടിനും വിളിക്കുക. നിങ്ങൾ അറിയാത്ത ചരിത്രങ്ങളുണ്ട് തൃശ്ശൂർ ജില്ലക്ക്. ഇവരൊക്കെ സ്റ്റേറ്റ് വിന്നേഴ്സാണ്. കുട്ടികളുടെ നാടകം ഞാൻ ചെയ്ത് സ്റ്റേറ്റ് വിൻ ചെയ്തിട്ടില്ല. ഞാൻ ഇന്റർസോണും മറ്റോ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ നാം പറയുന്നത് അടുത്ത കൊല്ലെങ്കിലും ഏത് ജില്ല നടത്തുകയാണെങ്കിലും ഒന്ന് ആലോചിക്കുക. അവിടെ ആ ജില്ലയിലുള്ള ഏറ്റവും മികച്ച നാടകക്കാര്, നാടകത്തെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നവർ, ചെയ്യുന്നവരെയും വിളിച്ചിട്ട് ഒരു യോഗം ഒന്ന് വിളിച്ച വിദ്യാഭ്യാസ വകുപ്പിന് എന്ത് നഷ്ടം വരിക? ചായയും വടയും കൊടുത്താൽ മതി, 10 പൈസ ടീ കൊടുക്കണ്ട. മനസ്സിലായി? അടുത്ത വർഷം ഏത് ജില്ലയാണെങ്കിലും അവർ ചെയ്യേണ്ടത് തിയേറ്ററിന് ഗംഭീരമായൊരു സ്പേസ്, അത് ഡ്രാമയ്ക്ക് പ്രത്യേകമായ എത്ര അടി വീതിയും ഉയരം വേണം. അത് എക്സ്പെരിമെന്റൽ തിയേറ്റർ ഉണ്ടോ ഇല്ലയോ? നമ്മളിപ്പോ മറ്റേ സംഗീത അക്കാദമിയുടെ വലിയ ഓപ്പൺ എയർ ഒന്നും ഇല്ല, സ്റ്റേജ് തന്നെയാണ്. പക്ഷെ ആ സ്റ്റേജ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കണം. ആ സ്റ്റേജ് ഓക്കെ ആയതിനു ശേഷം വേണം ഓഡിറ്റോറിയം 5000 പേർക്ക് ഇരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം. ഞാൻ 1ാം വേദിയിൽ ചെന്നപ്പോൾ ഞാൻ ആലോചിച്ചു 10000 പേര് ഇരിക്കാവുന്ന സ്ഥലം. അങ്ങനെ ഒരു വേദി നാടകത്തിന് വേണ്ടി എന്നാണ് കിട്ടുക? എന്താ ഇപ്പൊ കിട്ടാത്ത? ഒരു 3ാം സ്ഥാനത്തേക്ക് വരുന്ന രീതി. അവിടെ ഹൈക്കിൻകാട് കെട്ടിയിട്ടുള്ള പല വേദിയും സംഭവമല്ല. കാൾഡിയൻ സെറീൻ സ്കൂളിലാണ് നാടകവേദി. പോട്ടെ, അത്രയുണ്ട്, പന്തലൊക്കെ ഉണ്ട്.
സ്റ്റേജ് ഇങ്ങനെ പോയാൽ അങ്ങനെ കൂടി ഇതിങ്ങനെ അഭിനയിച്ചാൽ നന്നാവൂ. ഒരുപാട് നാടകങ്ങളിൽ, മികച്ച നാടകങ്ങളിൽ ടോപ്പിലിരിക്കുന്ന ഇമേജുകൾ, ഒരു ലൈബ്രറിയൊക്കെ വെച്ചുള്ള നാടകങ്ങൾ ടോപ്പിലൊക്കെ ഇരിക്കുന്നത്, അവരൊക്കെ കുനിഞ്ഞൊന്ന് അഭിനയിക്കേണ്ടി വന്നു. ഏത് തമ്പുരാനെയായി വണങ്ങുന്നത്? ഒരിക്കലും സംഭവിക്കരുത്. പോട്ടെ, സംഘാടകര് നാളെ അത് ശ്രദ്ധിക്കുമെന്ന് കരുതും. ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പോരാ സൗണ്ട് സിസ്റ്റം. ഏറ്റവും കാച്ചിങ് ആയിട്ടുള്ള അട്ടം വരെ കേൾക്കുന്ന രീതിയിൽ വേണം. ഇവിടെ ഇന്റർനെറ്റ് ഫോക്കിലൊക്കെ അതിമനോഹരമായ സൗണ്ട് സിസ്റ്റം ഉണ്ട്. പൈസ കൊടുക്കണം. മികച്ച സൗണ്ട് സിസ്റ്റം ഉണ്ട്. ജോസ് കോശിയുടെ കയ്യിലും മുരളിയുടെ കയ്യിലും ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളൊരു കരാറ് കൊടുക്കുമ്പോൾ അതിൽ ഏത് തരം അക്വാസ്റ്റിക്സ് സൗണ്ട് സിസ്റ്റം ആണ് തരുന്നത്? കാറ്റും മറ്റും ഓപ്പൺ എയർ ആണ്. ഇൻഡോറിലേക്ക് കൊടുക്കേണ്ട സൗണ്ട് സിസ്റ്റം ഓപ്പൺ എയറിൽ കൊടുക്കരുത്. ഇത് ഇൻഡോറിൽ ഓക്കെ ആയിരിക്കും. മനസ്സിലായി? ഇൻഡോറിൽ കൊടുക്കുന്ന സൗണ്ട് സിസ്റ്റം ഓപ്പൺ എയറിൽ കൊടുത്താൽ എങ്ങനെ? ഓപ്പൺ എയറിലൊക്കെ ബാക്കിലേക്ക് നല്ല ബോക്സ് കൊടുക്കണം. അപ്പോഴാണ് പിന്നിലൊക്കെ ഫാമിലിക്ക് വന്നിരിക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ടിൽ കുറെ പേര്, ഏറ്റവും ആത്മാർത്ഥമായ മനുഷ്യര് 7-8 മണിക്ക് വന്ന് സീറ്റുകളിൽ ബുക്ക് ചെയ്ത് പകുതിയോളം കഴിഞ്ഞാൽ പിന്നെ വരുന്ന പാരന്റ്സ്, ജോലിക്കാര്, ഇടവേളകൾ വരുന്നവരൊക്കെ പിന്നിൽ വന്നിട്ട് ഇങ്ങനെ, അവര് പിന്നെ വേറെ എവിടെയും പോകാൻ താല്പര്യമില്ലാത്തവരും ഇങ്ങനെ ഇരിക്കണമെന്ന് മാത്രം. എങ്ങനെ ഇരിക്കും? ഒന്നും മനസ്സിലാവില്ല. ഞാൻ എല്ലാ ഭാഗത്തും ഓടി നടന്ന് നമ്മുടെ പി ജാനി അവാർഡിന്റെ സാധനം കൊടുക്കുന്നത് ഞാൻ ഇരിക്കാറില്ല. ഒരിക്കലും 5 മിനിറ്റൊക്കെ ഇരിക്കുള്ളൂ കാല് കഴിക്കുമ്പോ. ഞാൻ ഇങ്ങനെ കറങ്ങുമ്പോ ബാക്കിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നു, വെറുതെ ഇങ്ങനെ കണ്ടിരിക്കുക. ഒരു ഡയലോഗ് നിങ്ങൾക്ക് തിരിയില്ല. പക്ഷെ എന്തോ ഇങ്ങനെ കാണുന്നുണ്ട്. ലൈവ് മാധ്യമമാണല്ലോ നാടകേ, സ്ക്രീനല്ലല്ലോ. ആ ലൈവ് ആയതുകൊണ്ട് കുട്ടികള് അതിങ്ങനെ കണ്ടിരിക്കും. കുറെ ഇടയ്ക്ക് ചായ കുടിക്കാൻ പോവാം. പക്ഷെ നല്ല രീതിയിലുള്ള സ്റ്റേജ്, നല്ല രീതിയിലുള്ള ഓഡിറ്റോറിയം, 5000 പേർക്ക് ഇരിക്കുക. 5000 പേര് മനസ്സിൽ കാണണം. 2000 അല്ല, 5000 പേര് നാടകം കാണുന്ന രീതിയിൽ കാണും. ഓക്കെ, ഇനി നാടകങ്ങളിലേക്ക് വരാം. ഈ സ്റ്റേജിന്റെ പരിമിതി കാരണം പല നാടകങ്ങളും ഫ്രണ്ടിലേക്ക് കയറ്റിട്ട് ചെയ്തു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, കുട്ടികളുടെ മാനസികാവസ്ഥ, അതിന്റെ സൈക്കോളജി, 15 വയസ്സ് വരെയുള്ള ഹൈസ്കൂള്, 15 മുതൽ 18 വരെയുള്ള ഒരു 19 വരെയുള്ള ഒരു പീരീഡ്, ആ ഒരു അനുഭവം ആ സൈക്കോളജിയിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളത് ആണോ പല നാടകങ്ങളും സംഭവിച്ചത്? ഹൈസ്കൂൾ മാത്രം എടുത്താൽ ഒരുപാട് പ്ലേകള്, വലിയവരുടെ വിഷയങ്ങള്, ഈ കൊരങ്ങന് കല്ല് കൊടുക്കുന്ന പോലെ, പിന്നെ എന്താ പറയാ, നമ്മൾ തുമ്പീനെ കല്ലെടുപ്പിക്കുന്ന പോലുള്ള പരിപാടി നടത്തിയിട്ടുണ്ട്. എവിടേക്കോ കണ്ട സിനിമകളിൽ വരുന്ന ഒരുപാട്, ഒരു കടൽ വീശിയ നാടകം ഈ 15 വയസ്സുള്ള കുട്ടികളാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്? നിങ്ങൾ കോളേജ് തലത്തിലൊക്കെ ചെയ്തോ, ഹയർ സെക്കൻഡറി ചെയ്യേണ്ട പ്ലേകളാണ്. പക്ഷെ ഹൈസ്കൂളിൽ ചെയ്യുമ്പോൾ ആ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു 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 അവസ്ഥ മനസ്സിലാക്കണ്ടേ? നമ്മൾ ചുറ്റുപാട് വലിയവരുടെ വിഷയത്തിനകത്ത്, വലിയവരുടെ ജീവിതത്തിനകത്ത് കുട്ടികൾ പെടുന്നത് ചെയ്യാം, തിയേറ്ററിന് ചെയ്യാം. കുട്ടികളുടെ നാടകം തന്നെയാണ്, പക്ഷെ വലിയവരാണ് പലരും. കുട്ടികളുടെ പ്ലേ ആണ്. കുട്ടികളിൽ നിന്ന് തുടങ്ങി കുട്ടികളിലൂടെ വന്ന് വികസിച്ച് വലിയവരിലേക്ക് പോകാം, വലിയവരിൽ നിന്ന് കുട്ടികളിലേക്ക് വരാം. ഇതെല്ലാം തിയേറ്ററിന് അനുവദനീയമാണ്. കുട്ടികളുടെ കോൺസെൻട്രേഷൻ, അവരനുഭവിക്കുന്ന വിഷയമായിരിക്കണം സെൻട്രൽ തീം എന്നുള്ളതാണ്. ഇടയ്ക്കൊരു കുട്ടി വന്നു പോയാലൊന്നും ചിൽഡ്രൻസ് തിയേറ്റർ ആവില്ല. ഇത് ഞാൻ നേരത്തെ ചില ചാനലുകൾ കൊടുത്ത് പറഞ്ഞു, പണ്ടൊക്കെ സോക്രട്ടീസും കാലൻ, ചരിത്രം എന്നൊക്കെ പറഞ്ഞ കഥാപാത്രങ്ങൾ സിംബോളിക്കായിട്ടാണ് കുട്ടികളുടെ നാടകവേദി ചെയ്തിരുന്നത്. ഇതൊരു അപകട. പിന്നീടാണ് ജി ശങ്കർപിള്ള മാഷും മലമാസം മാഷും അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സംവാദങ്ങളിലൂടെയാണ് ചിൽഡ്രൻസ് തിയേറ്റർ വേറെ വിഭാഗമാണ്. അപ്പം അങ്ങനെയാണ് അതിൽ മാറ്റം വന്നത്. അപ്പൊ ആ സമയത്ത് മുത്തശ്ശി കഥകളും ഈ പറഞ്ഞ പഞ്ചാന്തര കഥകളുടെ സ്റ്റൈലിലേക്ക് പോയി കാര്യങ്ങൾ. അതിനുശേഷമാണ് കണ്ടംപററി വാല്യൂ ഉള്ള ഒരുപാട് നാടകങ്ങൾ ഹൈസ്കൂൾ തലത്തിലേക്ക് വരാൻ തുടങ്ങിയത്. അതിൽ ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നു, പാലക്കാട് സ്റ്റേറ്റ് കലോത്സവം നടക്കുമ്പോൾ എ ശാന്തകുമാറിന്റെ 13ാം വയസ്സിൽ എന്ന് പറയുന്നത് അതിഗംഭീരമായ അവതരണം ടി സുരേഷ് ബാബു ഡയറക്ട് ചെയ്തു. എത്രയോ വർഷം മുമ്പോ, 98-ലോ 2000-ന് മുമ്പാണ് അതൊക്കെ. പാലക്കാട് ജില്ല സ്റ്റേറ്റ് നടക്കുമ്പോൾ ശാന്തകുമാറിന്റെ രചന. ആ കുട്ടികള് 13 വയസ്സുള്ള കുട്ടി, വാർത്തവം, അതിന്റെ പ്രശ്ന യാത്ര, എനിക്ക് എപ്പോഴും ബ്രെയിനിലുണ്ട്. ലൈവ് മ്യൂസിക്, അവർ തബല ഹാർമോണിയം ഒക്കെ വെച്ചുകൊണ്ടുള്ള, ഞാൻ പറഞ്ഞ അങ്ങനെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റീനെ ബേസ് ചെയ്തിട്ട് വേണം ഈ മ്യൂസിക് പോലും ചെയ്യാൻ. നമ്മുടെ സ്കൂളിൽ എന്തെല്ലാം വിഭവശേഷിയുണ്ട്. വയലിൻ ഉണ്ട്, കീബോർഡ് ഉണ്ട്, ഗിറ്റാർ ഉണ്ട്, അവരെ അല്ലെ വോക്കലുണ്ട്. ആ വോക്കലൊക്കെ വെച്ച് മതി നാടകത്തിന്
മ്യൂസിക്കിന് വേണ്ടി യൂട്യൂബിൽ നിന്ന് സിനിമ പാട്ടിട്ട കാര്യമൊന്നുമില്ല. ഈ സിനിമ പാട്ടിട്ട നാടകങ്ങൾ എകര കിട്ടിയ പോലും ഞാൻ അംഗീകരിക്കില്ല. പല നാടകങ്ങളിലും നാടക ഗാത്രത്തിന് ചേരാത്ത രീതിയിൽ മൂഡിന് വേണ്ടി സിനിമ പാട്ടുകൾ ഇട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. എന്തിന്? ഫോർ വാട്ട്? ഫോർ വാട്ട് പർപ്പസ്? കൈയടി കിട്ടാൻ. വേടന്റെ പാട്ടിട്ട കൈയടി കിട്ടും. വേടന്റെ പാട്ടിട്ട 30,000 പേരിരുന്ന് കൈയടിക്കും. പക്ഷെ ആ പ്ലേക്ക് അത് ആവശ്യമുണ്ടോ? വേടന്റെ ജീവചരിത്രം ഒന്നല്ലല്ലോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്ററി, ഒരു പ്രോജക്ട് ഓപ്പറേറ്ററുടെ ജീവിതമല്ല. ഞാൻ 1-2 പേരോട് പറഞ്ഞു, പ്രോജക്ട് ഓപ്പറേറ്ററുടെ ജീവചരിത്രം നാടകമാക്കിയിട്ടുണ്ട് നമ്മളത്. ഒരു സിനിമ സെലിബ്രിറ്റിയുടെ, ഒരു അതിജീവിതയുടെ ജീവിതം എവിടെയെങ്കിലും നാടകമാക്കിയില്ല. ഒരു അതിജീവിതം അത് കോടതി വിധി വരെ എത്തുന്നതും നമ്മളെന്താ നാടകമാക്കാത്തത്? കണ്ടംപററി തിയേറ്റർ. അപ്പൊ നമുക്ക് ചിലപ്പോൾ സിനിമയുടെ എലമെന്റ് വേണ്ടി വരും. അവര് മൂളിപ്പാടുന്നത്, അവര് കാസറ്റ് ഓൺ ചെയ്യുന്നത്, അവര് വീട്, ലൈഫ്, അതിനകത്ത് ചിലപ്പോ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ പാട്ട് വരുന്നു. അത് ഞാൻ പറഞ്ഞ അങ്ങനെ വളരെ മീനിങ് ലോജിക്കായിട്ട് വേണം ഈ വെസ്റ്റേൺ സോങ്ങും അല്ലെങ്കിൽ ഈ പറഞ്ഞ റാപ്പും ഈ ഫിലിം സോങ്ങും ചേർക്കാൻ. സത്യത്തിൽ കുറെ സമയങ്ങളിൽ മ്യൂസിക് ആവശ്യമില്ല. എന്താ ഈ അഭിനേതാക്കളുടെ മൗനം, സൈലൻസ്, അത് അതിശക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തത്? ഒരു നടനും നടിങ്ങനെ നോക്കി നിൽക്കുന്നത്, കസേര വലിച്ചിടുന്നത്, പാത്രം ഇങ്ങനെ കയ്യടിക്കുന്നത്, ചിരിക്കുന്നത്, ആ ഒരു സൗണ്ട് ഇഫക്ട്സ് അത് അതിഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം. ലോക നാടകവേദിയിലുണ്ട് അത്. നമ്മളിവിടെ വരുമ്പോൾ കോമ്പറ്റീഷൻ മൂഡിൽ ടൈറ്റ് ആക്കിയിട്ട് ഇങ്ങനെ മ്യൂസിക് സീരിയൽ കാണുന്ന പോലെ ചെവി ഡയലോഗ് കേൾക്കുന്നതിന് മുമ്പ് വന്ന മ്യൂസിക് ഒക്കെ കൂടി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു, ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും. ഇടയ്ക്കൊരു മൗനമൊക്കെ കൊടുക്കും. ജീവിതത്തിലുണ്ട് വെറുതെ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്നതിനിടയിൽ ഇവിടെ ഇങ്ങനെ കാസറ്റ് ഓൺ ചെയ്ത് വെച്ച് TV ഓൺ ചെയ്ത് വെച്ചാൽ എങ്ങനെയുണ്ടാവും? ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുക, ഞാൻ സ്നാപ്പ് പോലെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പല നാടകക്കാരും ശ്രദ്ധിക്കേണ്ടത് സ്പേസിനെ വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ട് ടോട്ടൽ ഉപയോഗിക്കണം. വിങ്സ് അഴിച്ചു മാറ്റണമെങ്കിൽ അഴിച്ചു മാറ്റണം. എനിക്ക് എന്റെ നാടകത്തിന് മുഴുവൻ, ഞാനൊരു പ്ലേ ചെയ്യണമെങ്കിൽ മൊത്തം സ്പേസ് ഉപയോഗിക്കും. ഈ വിങ്സ് ഒക്കെ അഴിച്ചു മാറ്റും. പ്രതികരണങ്ങളൊക്കെ ഉള്ള പ്ലേകൾ പണ്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അഗ്രി യൂണിവേഴ്സിറ്റിയും ഇതൊക്കെ ഇന്റർസോണൊക്കെ കളിച്ചതാണ്. തെണ്ടികളും ടയറൊക്കെ വെച്ചിട്ട് ഫോളിൽ ഓടി നടന്ന് അഭിനയിക്കണം. കംപ്ലീറ്റ് മാറ്റാൻ പറഞ്ഞ വിങ്സ്. അന്ന് ഇന്റർ പാലസിലായിരുന്നു ഇന്റർസോൺ കലോത്സവം. വിങ്സ് ഒക്കെ ഞങ്ങൾ നീക്കി കെട്ടിയിട്ട് മുഴുവൻ സ്ഥലം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. 5-6 ടയറും ഒരു ഹോട്ടൽ അന്നപൂർണേഷനും തെണ്ടികളും ക്രിക്കറ്റ് ബോയ്, അല്ല മലയാള നാടകത്തിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് ബോയുടെ ക്രിക്കറ്റ് ബാറ്റ് വെച്ചുള്ള ഒരു സൈക്കിൾ പയ്യൻ പോകുന്ന പ്രതികരണങ്ങളാണ് 87. നിങ്ങൾ പരിശോധിച്ചു. അതിനു മുമ്പ് ഒരു ക്രിക്കറ്റ് ബോയ് എന്നൊരു ക്യാരക്ടർ തന്നെ ഇല്ല. കപിൽ ദേവ് ഈസ് ഔട്ട് എന്ന് പറയുന്നു. തെണ്ടികൾ പട്ടിണി എടുക്കുമ്പോ സൈക്കിൾ എന്തി പോകുന്നു. അവൻ പോലീസുകാരനെ കൂട്ടുപിടിച്ച് തെണ്ടികളെ അടിച്ചൊതുക്കുന്നു. ഹോട്ടൽ അന്നപൂർണേഷി. എത്രയോ സ്ഥലങ്ങളില് ചേർത്തല ടീമും തൃശ്ശൂർ ടീമും എല്ലാവരും കളിച്ച് ഒരു വ്യാസ കോളേജ് കളിച്ച് അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ സ്ഥലത്ത് കളിച്ച പ്ലേ ആണ് പ്രതികരണങ്ങൾ. അതൊക്കെ നമ്മളിതൊക്കെ പൊളിച്ചു മാറ്റും. ഈ വേറെ വിങ്സ് ഒന്നും നമുക്ക് വേണ്ട. ഓടി നടന്ന് അഭിനയിക്കാൻ പറയും. അങ്ങനെ ഓടി നടന്ന് അഭിനയിക്കുന്ന പ്ലേകൾ വേണം. കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം. ഫുട്ബോൾ കോർട്ട് പോലെ ഇങ്ങനെ കളിക്കണം. മുകളിൽ നിന്ന് ഇറങ്ങി വരണം, ഓടണം, ചാടണം. അതിങ്ങനെ അടഞ്ഞ് ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്ത്, അത് ബ്ലാക്ക് സെറ്റ് ഇട്ടാലും വൈറ്റ് സെറ്റ് ഇട്ടാലും. നമ്മൾ ഡയലോഗ് പറയാൻ വേണ്ടി ഈ സെറ്റിൽ കുടുങ്ങിപ്പോകരുത് കുട്ടികൾ. അവർ 50% ഏരിയ ബാക്കിൽ വീണുപോയി. അവര് ഒളിച്ചിരിക്കുന്നവരായി മാറും. പിന്നോട്ട് പോയിട്ട് ഒളിച്ചിരിക്കുക, ഡ്രസ്സ് മാറുക, ഇതിനു വേണ്ടി ബാക്ക് ഏരിയ ഉപയോഗിക്കുക. അതൊന്നല്ല. അതിനെല്ലാം സൈഡ് വിങ്സ് ഉണ്ട്. ഇനിയിപ്പോ ഡ്രസ്സ് മാറുകയാണെങ്കിൽ എന്ത്, അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് മാറിയ എന്താ പ്രശ്നം? ഇത് ലൈറ്റ് ഓഫിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. മലയാള നാടകവേദി ഏറ്റവും കൂടുതൽ കുട്ടികളിൽ നിന്ന് പഠിക്കണം. എങ്ങനെ ലൈറ്റ് ഓഫ് ഇല്ലാതെ, ബ്ലാക്ക് ഔട്ട് ഇല്ലാതെ. അവിടെ പാട്ടും പാടിയിട്ട് ചെയ്തല്ലോ കോഴിക്കോട് നിന്ന് വന്ന നാടകം. മനോജ് നാരായണൻ ചെയ്ത നാടകത്തിനാണ്. നിരപ്പലേക്ക് പോലെ കുറച്ച് സംഗതികൾ വെച്ചിട്ട് ഈസി ആയിട്ട് അവർ സെറ്റ് മാറ്റിയത്. എന്ത് മനോഹരമായിട്ട് ചെയ്തവര് പാട്ടും പാടി സെറ്റ് മാറ്റിക്കൊണ്ട് എത്ര മൾട്ടി ഡയമെൻഷനിലാണ് ആ ഫ്രെയിമുകൾ ഉപയോഗിച്ചിരുന്നത്. എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? ഈ സ്ഥൂലമായ സെറ്റ് ഇട്ടിട്ട് അതുമ്മ കയറി വർത്താനം പറയലാണോ നാടകം? ഡയലോഗ് മാത്രമാണോ നാടകം? ശബ്ദമുഖരിതമായ മ്യൂസിക്കാണോ നാടകം? ഞാൻ എല്ലാവർക്കും വേണ്ടി പറയുന്നേ, ഒന്നും കൂടി ഓപ്പൺ ആക്കൂ. കുട്ടികളെ തുറന്നു വിടൂ. ഒരു കൂട് പണിതിട്ട് അതിൻ്റെ ഉള്ളിൽ 2 തത്തകൾ ഇട്ടിട്ട് തത്തകൾ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞാൽ
വലിയ സത്യമൊക്കെ പറയുമായിരുന്നു, പക്ഷെ കൂടിനുള്ളിലാ. അപ്പൊ ആ കൂട് തുറന്നു വിടണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഭാവന, അത് ഈ അടയ്ക്കാൻ തോന്നുന്ന സംവിധായകന്റെ പ്രശ്നം എന്ന് വെച്ചാല് അവന്റെ ഭാവന അടഞ്ഞുപോയി, സംവിധായകന്റെ ഭാവന അടഞ്ഞുപോയി. പിന്നെ കുട്ടികൾക്ക് ഭാവന അവിടെ നിന്ന് കിട്ടും. അത് അടഞ്ഞ അധ്യായമാക്കല്ലേ, തുറന്ന അധ്യായമായിട്ട് നമ്മള് ലോക നാടകവേദി ആലോചിക്കി. ആ മൂലയിൽ നിന്ന് കമ്പിറാന്തലായിട്ട് വരുന്ന ലണ്ടൻ തിയേറ്ററിലുണ്ടായിരിക്കുമല്ലോ ഒരു അമ്മച്ചി, ഒരു മുത്തശ്ശി ഇങ്ങനെ കമ്പിറാന്തലായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. സ്പേസ് ഏറ്റവും അതിശക്തമായി ഉപയോഗിച്ച ആളാണ് സുവീരൻ. സ്കൂൾ തിയേറ്ററിലല്ല, ക്യാമ്പസിൽ ഉപയോഗിച്ചിട്ടുണ്ട്, അമേച്ചറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഓരോ പ്ലേകളിലും ആ പ്ലേ ആവശ്യപ്പെടുന്ന റിലീസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഉടമ്പടിക്കോലം. ഇനി ക്രിസ്ത്യൻ ബിബ്ലിക്കൽ അതിന്റെ റേഞ്ച് പെയിന്റിങ് വരണമെങ്കിൽ അത് ആയുഷിന്റെ പുസ്തകം, അഗ്നിവർഷവും മാജിക്കൽ റിലീസും. ടോട്ടൽ സ്പേസ് ഉപയോഗിച്ച് ഞാൻ സുവീരനും വേണ്ടിയാണ് ഇപ്പൊ സംസാരിക്കുന്നത്. സ്കൂൾ തിയേറ്ററിൽ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ക്യാമ്പസുകൾ 5 തവണ ഇന്റർസോൺ വിന്നറാണ്, 3 തവണ സംഗീത അക്കാദമി വിന്നറാണ്. എന്റെ ഏറ്റവും ആത്മസുഹൃത്താണ്. വോയിസ് ഒക്കെ ഞാനും സുവീരനും 96 ഒരുമിച്ച് അഭിനയിച്ചതാ. ഒരു ചുവന്ന കുരിശ് തലകീഴായി കിടക്കും, സംഗീത അക്കാദമിയുടെ മരത്തുമ്പോൾ ഇങ്ങനെ കിടക്കുന്നു. കുരിശ് പോലെ തന്നെ വഴി, സാൻഡ്വിച്ച്, ആ ഗ്യാപ്പുകളിൽ ആളുകൾ ഇരിക്കുന്നു. ബൈക്കൊക്കെ ആയിട്ട് ഞാൻ വരുന്നു. കെ പി ഹരി, ഞാനും സീമയും സുവീരനും 4 പേര് കൂടിയിട്ട് വോയിസ് ഒക്കെ ചെയ്ത അനുഭവമുണ്ട്. 96 എന്റെ ബാക്കൊക്കെ പൊളിഞ്ഞിട്ടുണ്ടെന്ന്. ഇന്നത്തെ ഈ വലിയ LED ലൈറ്റ് ഒന്നും അല്ല അന്ന്. മറ്റേ സ്പോട്ടാ കുറ്റിയുള്ള. ആ കുറ്റിയുമൊക്കെ വീണിട്ട് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് വീണ് ബാക്കൊക്കെ പൊളിഞ്ഞ് 6 ഇഞ്ച് ഇവിടെ കീറിയിട്ട് അങ്ങനെയാണ് വോയിസ് ഒക്കെ ഞാൻ കളിച്ചു തീർത്ത്. അമേരിക്കൻ ഓഫീസർ ഞാനായിരുന്നു അതില്. ബാർബർ സുവീരനായിരുന്നു. ഷീമ സുവീരന്റെ വൈഫായിട്ട് അഭിനയിച്ചത്. അതിനാ ബാർബറിന്റെ വോയിസ് ഒക്കെ എന്റെ ഭാര്യ. ഹരിയുണ്ട്. 4 പേര് വെച്ച് പ്രൊഡക്ഷൻ ആണെന്നത്. കൂടുതൽ കളിച്ചില്ല. അത് ഗംഭീര ഡിസൈൻ ആയിരുന്നത്. ഒരു ചുവന്ന കുറിച്ച് തലകീഴായി കിടക്കുന്നു, വേറെ ഒന്നുമില്ല. പിന്നെ 2 കസേര, 2 പീഠം, അങ്ങനെ. അപ്പൊ അങ്ങനെ തിയേറ്റർ ചെയ്യുന്ന സുവീരൻ പോലുള്ളവർ ചെയ്ത നവീകരണങ്ങളുണ്ട്. ഞങ്ങളിവിടെ ക്യാമ്പസ് ഞാൻ ചർച്ച ചെയ്തു എന്താണ് നാടകവേദിയിലെ ബ്രേക്ക്. ഞാൻ സുവീരനായിട്ടുള്ള ഇന്റർവ്യൂ പണ്ടേ ചെയ്യണമെന്ന് വിചാരിച്ച് മിസ് ചെയ്തത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ അളിഞ്ഞ മൊറാലിറ്റി ഇല്ലേ, ഈ പണ്ട് 90 സുവീരൻ വരുന്നതിന് മുമ്പുള്ള നാടകവേദി, ക്യാമ്പസ് നാടകവേദി, അച്ഛനും അമ്മയും തമ്മിൽ, അച്ഛനും മകളും തമ്മിൽ കോണ്ടാക്ട്, കെട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ തോളുമ്മ കൈവയ്ക്കും. കാമുകയാണെങ്കിൽ ചുംബിക്കലും ഇല്ല, കെട്ടിപ്പിടിക്കലും ഇല്ല. സ്റ്റേജിൽ കാണാന്ന് പറയും. കാരണം റിഹേഴ്സലിൽ ഇങ്ങനെ പ്രിൻസിപ്പളും അച്ഛനും അമ്മയൊക്കെ ഒബ്സർവ് ചെയ്യായിരിക്കും. അപ്പൊ പിന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊരു ഗ്യാപ്പിലൊക്കെ നിന്ന് അങ്ങനെയൊക്കെയുള്ള നാടകവേദിനെ പൊളിച്ചടക്കി കൊടുത്തു സുവീരൻ. അത് പ്രൊഫഷണൽ നാടകം എടുത്തോ എല്ലായിടത്തോ ഈ ഹ്യൂമൻ ബോഡി കോണ്ടാക്ട് എന്ന് പറഞ്ഞ സംഭവം അതുവരെ നാടകവേദിയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞു പോകുന്നത് സുവീരന് വേണ്ടിയാണ് സംസാരിക്കുക. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അതിഗംഭീരമായിട്ട് ഹ്യൂമൻ കോണ്ടാക്ട് പൊളിച്ചടക്കി കൊടുത്ത ആളാണ് സുവീരൻ. സുവീരൻ അതിന്റെ വയലൻസും, ഒരുപക്ഷെ നമ്മൾ പറയും എന്തോ ഒന്ന് ആഴൊക്കെ പറഞ്ഞു, സെക്സും വയലൻസും. സെക്സ് ഇല്ലേ മനുഷ്യ ജീവിതത്തില്? മനുഷ്യര് തമ്മിൽ പ്രണയമില്ലേ, കെട്ടിപ്പിടിക്കില്ലേ? ഇതെല്ലാം റിയൽ ആയിട്ട് ചെയ്യണ്ടേ? ഇപ്പൊ ഒതല്ലോ നാടകം ചെയ്യുകയാണെങ്കിൽ ഡെസ്റ്റമോണെ ആ കുറ്റബോധം കൊണ്ട് ഒതല്ലോ ഡെസ്റ്റമോണിന്റെ ബോഡി എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്, എന്നെ തൊടാൻ പറ്റില്ല എന്ന് നടി പറഞ്ഞാൽ വിജയിക്കുവോ? ഡെമ്മിനെ വെച്ച് ചെയ്യണോ? അവിടെ ബോഡി കോണ്ടാക്ട് എന്നുള്ള ഇൻഹിബിഷൻ മാറ്റി നിർത്തിയിട്ട് ക്യാരക്ടർ ആവുന്നുള്ളത്. ഇത് സീരിയലിനും സിനിമയും പോകുമ്പോൾ എന്തും ചെയ്യാമെന്നാണോ അതിന്റെ അർത്ഥം? നാടകവേദി പച്ചയ്ക്ക് ഇത് പറയാൻ പറ്റണം. അങ്ങനെ പറയാൻ പഠിപ്പിച്ചാണ് സുവീരൻ. നമ്മുടെ മടപ്പള്ളി സർ ഷഹീദ് കോളേജിലെ ചക്രം എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഞാൻ എന്റെ മനസ്സിന് ഇപ്പോഴും സൂക്ഷിക്കുന്നു. 2 മുസ്ലിം കുട്ടികളാണ് ഗംഭീരമായിട്ടാണ് ചെയ്തത്. ആ അവസാനം എർമയുടെ ഇതാണ്, എർമയാണത്. എർമ എന്ന് പറയുന്ന ആ നാടകത്തിന്റെ ഒരു വെർഷനാണ് ചക്രം എന്ന് പറയുന്നത്. ആ ഭർത്താവിന്റെ നെഞ്ഞത്ത് കയറിയിരുന്നു ഒരു ഉണക്ക വിറകെടുത്ത് അടിച്ചു കൊല്ലുന്നൊരു സീനുണ്ട്. ഞാൻ എന്റെ കുഞ്ഞിനെ കൊന്നു എന്ന് പറയുന്ന തലത്തിലാണ്. ഭയങ്കര ഭീകരമാണ് അതിന്റെ ആന്റി. അങ്ങനെ ഓടിയെത്തി അടിച്ച് മേലെ ഇരുന്നു ഗംഭീരമായിട്ട് ഇതിനടിച്ച് ആ ഒരു സാധനം ഉണ്ടല്ലോ.
അതുപോലെ ഓരോ പ്ലേകൾ എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ കോണ്ടാക്റ്റിലും സ്ത്രീ പുരുഷ ബന്ധങ്ങളില് വലിയ ബ്രേക്ക് റിവോൾട്ട് നടത്തിയ ആളാണ് സുവീരൻ. അതുകൊണ്ട് ചിലവർക്ക് ഭയങ്കര അസൂയുണ്ട്, സുവീരൻ ഇങ്ങനെ കുറെ ഇത് ചെയ്യുന്നു. പക്ഷെ അത് മനുഷ്യ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്, മനുഷ്യജന്മത്തിലുള്ള കാര്യങ്ങള്. അതെന്താ അങ്ങനെ ചിത്രീകരിക്കാൻ പറ്റാത്തത്? അത് ഗംഭീരമായിട്ട് ചക്രം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോന്നും പിടിച്ചോ. ഗലീലിയോടെ അരമണിക്കൂർ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ഗലീലിയോ മനോഹരമായ പ്രൊഡക്ഷൻ ആയിരിക്കും. ഞാൻ വെറ്റിനറിയിൽ കണ്ടിട്ടുണ്ട് സുവീരന്റെ എത്രയോ മുമ്പ്, ഈ 2000 മുമ്പ് ലൈഫ് ഓഫ് ഗലീലി അരമണിക്കൂർ ചെയ്തിട്ടുണ്ട്, അഗ്രി യൂണിവേഴ്സിറ്റി ചെയ്തിട്ടുണ്ട്. പെയിന്റിംഗ് ആയിരിക്കും. ഒരുപക്ഷെ ശാസ്ത്രത്തിന്റെ ഈ ഈ ശാസ്ത്രീയമായ ജീവിതവും ആയുക്തികമായ ചിന്തകളും അത് ഈ പറഞ്ഞ നമ്മള് ഒരുപാട് പ്രശ്നങ്ങള് ബിബ്ലിക്കൽ സാധനം എടുത്ത് തൊടാൻ പാടില്ല, മറ്റേ മിത്തെടുത്ത് തൊടാൻ പാടില്ല, അത് തൊടാൻ പാടില്ല. അതുകൊണ്ട് ബ്രെഷ്റ്റിന്റെ ഗലീലിയോ ശാസ്ത്രബോധം വളർത്തുന്ന രീതിയിൽ അത്രയും കണ്ടംപററി വാല്യൂ ഉള്ള ഒരു നാടകമാണ്. വെറും കെട്ടിക്കാഴ്ച ആയിരിക്കില്ല അത്. സ്പേസ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കാൻ അറിഞ്ഞ ഒരാളാണ് സുവീരൻ. 60 പേരെ വെച്ചിട്ടും ചെയ്തിട്ടുള്ള പ്ലേകള്, വിൻ ചെയ്ത പ്ലേകള്. സ്പേസ് മാക്സിമം ഉപയോഗിക്കും, സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഉപയോഗിക്കും, കോണ്ടാക്ട് ഉപയോഗിക്കും. ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ. അങ്ങനെ വലിയ ബ്രേക്ക് വരുത്തിയ ആളാണ് സുവീരൻ. എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഈ വ്യക്തിപരമായ ആക്ഷേപം പറഞ്ഞ് സദാചാരം പറഞ്ഞ് എത്രമാത്രം ആക്രമിച്ചിട്ടുണ്ട് ആ മനുഷ്യനെ. കള്ളിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെയൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. പൊളിറ്റിക്കൽ തിയേറ്ററാണ് നമ്മൾ മുന്നിൽ. പൊളിറ്റിക്കൽ തിയേറ്ററില്ലെങ്കിൽ തിയേറ്ററില്ല. വെറുതെ കുറെ മറ്റേ ഇവിടെ മെറ്റയിലും യൂറോപ്പിലും പോകാൻ വേണ്ടി തിയേറ്റർ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിനോട് പ്രതികരിക്കണം. ഞാൻ പറഞ്ഞ കുഞ്ചൻ നമ്പ്യാരും ചാപ്പളിനും മനസ്സിൽ വെച്ചിട്ട് വേണം നാടകവേദി സമീപിക്കാൻ. ഭാസ്കര പട്ടേൽ പോലുള്ള ഞാൻ കുറെ നാടകങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നും കണ്ടപ്പോ ഞാൻ ആലോചിക്കണം, സുവീരന് ഭാസ്കര പട്ടേലർ ഇപ്പോഴും അതിന്റെ സെറ്റ് മാറ്റങ്ങൾ, അതിന്റെ ഡിസൈൻ, ആ ഒരു പട്ടേലരുടെ സ്ഥലവും തൊമ്മിയുടെ സ്ഥലവും ഒക്കെ അങ്ങ് പൊളിഞ്ഞു മാറിയിട്ട് കാടായി മാറുന്ന എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാടായി അങ്ങ് മാറും അറിയാതെ. അതിങ്ങനെ ആ കാട്ടിൽ ഒളിച്ചിരിക്കുന്ന സമയത്തുള്ള ബോഡി ലാംഗ്വേജ്, പട്ടേലരിതിങ്ങനെ കൂഞ്ഞുകൂടിയിരുന്ന് തൊമ്മി നിങ്ങളുടെ ഉയർന്നു വന്ന് കഞ്ഞി പട്ടേലർക്ക് കൊടുക്കുന്നു ഹൈറ്റിൽ. ആ ബോഡി ലാംഗ്വേജ് സൈക്കോളജിക്കലാണ്. എവറി പ്ലേ ഈസ് എ സൈക്കോളജിക്കൽ ആക്ടിങ്. സോഷ്യോ പൊളിറ്റിക്കൽ സൈക്കോളജിക്കൽ ആക്ടിംഗ് ആണ് ഓരോ പ്ലേകൾ. ഒരു കഥാപാത്രത്തിന്റെ സൈക്കോളജി എങ്ങനെയാണെന്ന് പഠിക്കണം. ആ ഒരു പീരീഡില് എങ്ങനെയാണ് ഇരുട്ടിലിരിക്കുന്ന ഒരാളെങ്ങനെ, ഇപ്പൊ വെളിച്ചത്തിരിക്കുന്ന ആളെങ്ങനെ, സമ്പന്നനായിരിക്കുന്ന ഒരാളെങ്ങനെ, ദുരിതത്തിലിരിക്കുന്ന ആളെങ്ങനെ, ബോഡി ലാംഗ്വേജ് ഡെസ്മണ്ട് മോറിസിൽ നിന്ന് പഠിക്കണം, സ്റ്റാനിസ്ലാവസ്കി എന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മള് ഓരോന്നും ഓരോ ശില്പമാണ്. ഓരോ സെക്കൻഡിൽ ശില്പം പണിയുകയും അടുത്ത സെക്കൻഡിൽ ശില്പം പൊളിയുകയും ചെയ്യുന്ന ഒരു വലിയ ക്രിയേറ്റീവ് ആക്ടാണ് ഈ ഡ്രാമ എന്ന് പറയുന്നത്. ഓരോ സെക്കൻഡിൽ വരുന്ന പെയിന്റിംഗ് ശില്പമാണ്. അടുത്ത സെക്കൻഡിൽ ചതറിപ്പോ. ഒരു പുഴയിൽ ഒരു തവണയും മുങ്ങാൻ പറ്റുന്നു എന്ന് പറഞ്ഞ പോലെ നാടകവേദിയിൽ ഒരു സെക്കൻഡ്, ഒരു നിമിഷം, ആ നിമിഷം മാത്രമല്ല, അടുത്ത നിങ്ങൾ നാളെ അവതരിപ്പിച്ച വേറെ നിമിഷമാണ്. അപ്പൊ ആ ഒരു സെക്കൻഡിനെ എത്രമാത്രം മീനിങ് ഫുൾ ആയിട്ടും പെയിന്റിങ്ങിലൂടെ എത്രമാത്രം ക്രിയേറ്റീവായിട്ട്, മീനിങ് ആയിട്ട്, ഇമാജിനേറ്റീവ് ആയിട്ട്, ഇന്റലിജന്റ് ആയിട്ട് ഡിസൈൻ ചെയ്യും, മൾട്ടി ഡയമെൻഷനിൽ ഡിസൈൻ ചെയ്യും. അപ്പൊ നമ്മൾ ആന്ത്രോ തർക്കോസ്കി, ആന്ത്രോ റൂബിളൊക്കെ കാണേണ്ടി വരും, തർക്കോസ്കിയുടെ സിനിമയെ കാണേണ്ടി വരും. എങ്ങനെയാണ് മൾട്ടി ഡയമെൻഷനിൽ ഒരു ഫ്രെയിമിന് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രൂഗലിന്റെ പെയിന്റിങ് കാണേണ്ടി വരും. 12ാം നൂറ്റാണ്ടിലെ ബ്രൂഗല് 2000 പേരെയൊക്കെ എത്രയോ വൈഡ് ആംഗിൾ ലെൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ് ബ്രൂഗലിന്റെ പെയിന്റിങ്. ഗോയയുടെ പെയിന്റിങ് കാണേണ്ടി വരും, ഫാസിസ്റ്റ് വിരുദ്ധ പെയിന്റിങ്. വാൻഗോ കാണേണ്ടി വരും, ഇയാൾ കാണേണ്ടി വരും. മൊണ്ടാഷ് വരുന്നത്, കൊളാഷ് വരുന്നത്, അല്ലെങ്കിൽ ആറ്റം തിയറി സ്പ്ലിറ്റ് ചെയ്യുന്നത്, ക്യൂബിക് പെയിന്റിങ്. നമ്മുടെ നാടകക്കാർ പെയിന്റിങ്സ് ധാരാളം ഒബ്സർവ് ചെയ്യണം. നാടകാന്തം കവിത്വം എന്ന് പറയുന്നതൊക്കെ ചേർന്നിട്ടാണ്. അതിന്റെ ഒരു ദാർശനിക തലത്തിലേക്ക് നമ്മളൊരു വേറൊരു ഡയമെൻഷൻ കൊടുക്കുമ്പോഴാണ് നാടകാന്ത കവിത്വമാണ്. കവിതയ്ക്ക് എപ്പോഴും വായിക്കപ്പെട്ടതിന് ശേഷം ധ്വനിയുണ്ട്. ആ ധ്വനി എന്ന് പറയുന്ന അതിന്റെ ഇമേജ് ഇങ്ങനെ നിൽക്കുന്നൊരു അവസ്ഥയുണ്ട്. ഇതിന്റെ നാടകം കഴിഞ്ഞാലും നമ്മുടെ അകത്ത് മുഴങ്ങി നിൽക്കണം. അതുകൊണ്ട് നാടകാന്തം കവിത്വം എന്ന് വെറുതെ പറഞ്ഞല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നാടകാന്തം സീരിയൽ, നാടകാന്തം കച്ചവട സിനിമ അല്ല, എല്ലാ നാടകം പോകണം. അങ്ങനെ പോകരുത്.
ഞാൻ വീണ്ടും സുവരിലേക്ക് വരാം. ഓരോ പ്ലേകളും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരും. സംഗീത അക്കാദമിയിൽ ഉടമ്പടിക്കോലം ചെയ്യുന്നു. ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഉടമ്പടിക്കോലാണ്. നമ്മൾ ഈ സംഘടനയിലും എന്റെ ഈ പിറന്നാൾ സമ്മാനമുള്ള കൊല്ലാണ്. സ്റ്റേറ്റ് കോട്ടയത്ത് വെച്ച് വിൻ ചെയ്യുന്ന ഉടമ്പടിക്കോലാണ്. ബാബു തന്നെ ഒരു മികച്ച നടൻ, മികച്ച സംവിധാനത്തിൽ ഭയങ്കര പെർഫെക്ഷനാണ്. താളബോധമാണ്. സുവീരൻ ഡയറക്ട് ചെയ്യും. ഒരു സെക്കൻഡിൽ നിന്ന് ആ യൂണിറ്റ് എങ്ങനെ തുടങ്ങണം, ഒരു വിരലെങ്ങനെ വന്ന് നിൽക്കണം, അത് സ്കെച്ച് ചെയ്തിട്ടാ പോകുന്നത്. ആ വിരലിന്റെ മൂവ്മെന്റ്, ബോഡി മൂവ്മെന്റ് ഇങ്ങനെ 1 2 3 4 1 2 3 4 എന്നുള്ള ടൈമിങ്ങിലാണ്, നല്ല താളബോധത്തിലാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ആസ് എ ഡയറക്ടർ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സുവീരന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും അത് ചെയ്തുകൊണ്ടിരിക്കും. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു യൂണിറ്റ് ഒക്കെ 100 തവണയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഡയറക്ട് ചെയ്യുന്ന ആൻഫ്രാങ്ക് ചെയ്യുമ്പോഴും ജോലി സ്പീച്ച് ചെയ്യുമ്പോഴും നടന്മാർക്ക് തോന്നുന്നു എന്ത് കംപ്ലീറ്റ് ചെയ്തുകൂടെ മാഷം ചെയ്യും. വലിയ ആ യൂണിറ്റ് മാത്രം ചെയ്യും. പോരാ പോരാ പോരാ, അതിങ്ങനെ മുഴങ്ങണം, നമ്മുടെ ഉള്ളിൽ ഇട്ടിക്കണം. നമ്മൾ ആദ്യം തന്നെ ആസ് എ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയൂ? ഏറ്റവും ഇന്റലിജന്റ് ആൻഡ് ഇമാജിനേറ്റീവ് ആയിട്ടുള്ള ആദ്യത്തെ കാണിയാണ് സംവിധായകൻ. ബഹുജനങ്ങളായിട്ട് ബന്ധപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ ആദ്യം ഇരുന്ന് ഞാൻ ഡയറക്ടറല്ല, ഞാൻ ആദ്യം ഇന്റലിജന്റ് ആൻഡ് ഇമാജിനേറ്റീവ് ആയിട്ടുള്ള കാണിയാണ്, സ്പെക്ടേറ്ററാണ്. അങ്ങനെ ഇരുന്നിട്ട് ഞാൻ ആലോചിക്കും. ഫ്രണ്ടിലിരുന്നു, നടുക്കിലിരുന്നു, ബാക്കിലിരുന്നു. ഞാനൊക്കെ ഡയറക്ട് ചെയ്യുമ്പോൾ ബാക്കിലും എല്ലാ ഭാഗത്തിരുന്നിട്ട് മുഴങ്ങുന്നില്ല, വീണ്ടും 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 അങ്ങനെ മൈക്രോ സ്പ്ലിറ്റ് ചെയ്ത് ആ സ്പ്ലിറ്റ് ചെയ്ത് അതിനകത്തുള്ള ആക്ടിങ്ങിന് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ നാടകം ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ നാടകങ്ങളൊക്കെ വിൻ ചെയ്തത്. ഒരുപക്ഷെ അത്രയും പണിയെടുപ്പിക്കുന്ന കാരണമാണ് പിന്നീട് എന്നെ പോലുള്ളവരൊക്കെ ഒഴിവാക്കണം, പൊളിറ്റിക്സ് പറയുന്നു. സത്യം പറഞ്ഞ സുവീരനെ തന്നെ ചെയ്ത് എല്ലാം മികച്ച സംവിധായകരും അങ്ങനെയാണ്. അങ്ങനെ ജോസ് ചർമ്മല് ഏറ്റവും ഗംഭീരമായിട്ട് ലൈറ്റ് ആൻഡ് ബ്ലാക്ക് ഔട്ട് ഒന്നും ഇല്ലാതെ അതിഗംഭീരമായ പ്ലേകളാണ്. സൂര്യവട്ടം മുതൽ വിത്തൗട്ട് ലൈറ്റ് ഓഫ്, മുദ്രാരാഷ്ട്രം. ഇപ്പോഴും അരമണിക്കൂർ മുദ്രാരാഷ്ട്രം വന്ന് വീണ് അത് വിൻ ചെയ്യും. അരമണിക്കൂർ സൂര്യവേട്ട കളിച്ചു നോക്കൂ, 1000 സെക്കൻഡ് വിൻ ചെയ്യും. അത് 80കളിലെ ആ ഗ്രാമർ പിന്നീട് മാനിപ്പുലേറ്റ് ചെയ്തു. ഇനി ഒരു സത്യം കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ആരെയായി വെല്ലുവിളിക്കുന്നു? ഈ വെള്ളം ഒഴുക്കുന്നു, മഴ പെയ്യ്ക്കുന്നു, കപ്പല് വരുന്നു, ബോട്ട് വരുന്നു, ജീപ്പ് വരുന്നു, ട്രാക്ടർ വരുന്നു, സ്റ്റേജില് ഓട്ടോറിക്ഷ വരുന്നു. ആരെയാ വെല്ലുവിളി? കലാനിലയത്തിനെയാ? കലാനിലയം എന്നേ ചെയ്തു വെച്ച പരിപാടിയാണ് നമ്മൾ ഈ അമേച്ചർ നാടകക്കാര്. ഒരു വീട്ടിൽ മഴ പെയ്യിപ്പിക്കലായിരുന്നു പണി. രണ്ടുപേരും നടി നടന്നു നിന്നിട്ട് മഴ പെയ്യുന്നത് ആക്ട് ചെയ്താൽ മതി, അതിന് മഴ പെയ്യിപ്പിക്കുന്നു വേണ്ട. കലാനിലയൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴും രക്തരക്ഷസ് നിക്കലെ പെണ്ണിങ്ങനെ പൊന്തിപ്പോവും, രക്തരക്ഷസാവും. എത്ര ആയിട്ടൊക്കെ വെള്ളച്ചാട്ടത്തിൽ ഇരിക്കുന്നു. ആ കലാനിലയത്തിന് വെല്ലുവിളിച്ചിട്ട് നമ്മള് സ്കൂൾ നാടകവേദി, കോളേജ് നാടകവേദി, അമേച്ചർ നാടകവേദി രക്ഷപ്പെടൂല്ലേ? കലാനിലയം അതിന്റെ വർക്കിന് പോകും. 7000 സ്ക്വയർ ഫീറ്റ് സ്റ്റേജും കോടികൾ ചെലവാക്കിയിട്ടാ പോയിട്ട്. അതിന് ചലഞ്ച് ചെയ്യാനാണോ ഈ നമ്മൾ ഈ അമേച്ചർ കൊണ്ടെടുക്കുന്നത്? കച്ചവട നാടകക്കാരെ നമ്മൾ പ്രൊഫഷണൽ നാടെന്നുകൊണ്ട് തള്ളിക്കളയും. പക്ഷെ കലാനിലയത്തിന് നമുക്ക് അത് ഇവിടെ സിനിമ പോലെ ഇവിടെ ചെയ്യണമെന്നല്ലോ. സ്പിൽബർഗിന്റെ സിനിമ പോലെ ഇവിടെ നാടകം ചെയ്യുന്നത് നല്ല കാര്യമുണ്ട്. നമ്മളെ ഇവിടെ ഇറാൻ പ്ലേ വെല്ലെന്ന് പറഞ്ഞൊരു നാടകം ഇറ്റ്ഫോക്കില്, കിണറ്, ഒരാണും പെണ്ണും പൊളിറ്റിക്സ് പറയുന്നു. എത്ര സൈലൻസിലാണ് അപ്ലൈ ചെയ്തത്. എവറിഡേ ഐ എം വാക്കിംഗ് ആൻഡ് റണ്ണിങ് എന്നുള്ള പണ്ട് ഏറ്റവും ഫസ്റ്റ് ഇറ്റ്ഫോക്കിൽ വന്നത് ഒരു ആഫ്രിക്കൻ പ്ലേ, ഇറാൻ പ്ലേ എന്ന് തോന്നുന്നു. എവറിഡേ ഐ എം വാക്കിംഗ് ആൻഡ് റണ്ണിങ്, ആഫ്രിക്കൻ പ്ലേ. ഒരു വെളുത്ത പെണ്ണും ഒരു കറുത്ത പെണ്ണും. ഇറ്റ്ഫോക്കിൽ കളിച്ച 10 മികച്ച നാടകങ്ങൾ ഒന്നതായിരിക്കും. എങ്ങനെയാണ് അവർ വർക്കൗട്ട് ചെയ്തത്? അപ്പോ നമ്മൾ ആദ്യം തന്നെ എന്താണ് പറയേണ്ടത് എന്ന് ലോകനാട് അഗസ്റ്റപ്പോളും മഹാന്മാരായിട്ടുള്ള ആളുകൾ, വിപ്ലവകാരികളായ നാടകൃത്തികൾ ചെയ്ത ഗ്രാമറുണ്ട്. ബെർത്തോൾ ബ്രെറ്റിന്റെ ഗ്രാമറുണ്ട്. ഞാനിവിടെ ബിജുവർണയവും അതുപോലെ തന്നെ കുറച്ച് നാടകക്കാരായിട്ട് സംസാരിച്ചു. അന്ന് ശ്യാം സോർപ്പയ്ക്ക് ഞങ്ങൾ വാഗ്ദാനം പറയുമ്പോ ഞാൻ പറഞ്ഞു, ഇവരെ ബിജു കൊക്കേഷൻ ചോക്ക് സർക്കിളില്ലേ ബ്രിട്ടനിൽ, അതൊക്കെ എടുത്തിട്ട് സ്പേസ് മൊത്തം ഉപയോഗിച്ചു. ഒരു അരമണിക്കൂർ ഒരു പെട കൊടുക്ക്. കൊക്കേഷൻ ചോക്ക് സർക്കിള്, ഹട്ടാമല നാടിനപ്പുറം ബദൽ സർക്കാർ, അതൊക്കെ അരമണിക്കൂർ ഒന്ന് വർക്ക് ചെയ്ത് നോക്കും.
സ്പേസ് മുഴുവൻ ഉപയോഗിക്കണം. അങ്ങനെ ചെയ്ത് നോക്കുക, വിന്നർ പ്ലേ ആയിരിക്കും. ഈ കെട്ടിക്കാഴ്ചകളൊന്നും വേണ്ട. ഇവിടെ ആദ്യം തന്നെ നമ്മൾ നാടകം എടുക്കുമ്പോഴേക്കും സെറ്റ്, മറ്റേ സെറ്റ്, ആ സെറ്റിന് മറികടക്കാൻ എന്ത് സെറ്റ്, ലൈറ്റിംഗ് ഇല്ല, പെട്ടെന്ന് പകലായതുകൊണ്ട് അത് രക്ഷപ്പെട്ടു. ആ മ്യൂസിക്കിന് എന്ത് മ്യൂസിക്, അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അഭിനേതാക്കളെ ജോഗ്രഫിക്കലി എങ്ങനെ ഉപയോഗിക്കണം, ജോമെട്രിക്കലി എങ്ങനെ ഉപയോഗിക്കണം. ഇവിടെ പല നാടകങ്ങളിൽ സിമെട്രിയാണ് വർക്ക് ചെയ്യുന്നത്. എന്തൊരു ബോറാണത്. കാർഡ് ബേസ് ചെയ്തൊരു നാടകം, ലെഫ്റ്റ് റൈറ്റ് ഈക്വലായിട്ട് സെറ്റ് ഇട്ടിരിക്കുക. സംഗതി ഇരുട്ടും കാടും, ലെഫ്റ്റ് റൈറ്റ് ഈക്വല്, സിമെട്രി. ബോഡിയൊക്കെ സിമെട്രിയാണ്, ഇടത് വശം വലത് വശമൊക്കെ. പക്ഷെ നാച്ചുറൽ സിമെട്രി അല്ല, ജോമെട്രിക്കലാണ്. ലോകത്തിന്റെ സംഭവം എല്ലാം ജോമെട്രിക്കലാണ്. അതുകൊണ്ട് തന്നെ ഉയരം ഉള്ള സ്ഥലം, താഴെയുള്ള സ്ഥലം, ഇങ്ങനെ വേണം. അവിടെയാണ് ഞാൻ പറഞ്ഞ സുവീറിനെയൊക്കെ കണ്ടുപിടിക്കാൻ. ഒരു സംഗതിനെ എങ്ങനെ വർക്ക് ചെയ്യുന്നു. ആ മൂലയ്ക്കുന്ന് വരുന്ന ആൾ ആ മൂലയ്ക്കുന്ന് വരും, ഇവിടെ നിന്ന് നിൽക്കുന്ന ആൾ സായല. അങ്ങനെ ഒരു ഏകാന്തതയുടെ സ്ഥലം വർക്ക് ചെയ്യും. ഈ ജോമെട്രിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് ലോകത്തിന്റെ നിലനിൽപ്പ്, സിമെട്രി അല്ല. പക്ഷെ മനുഷ്യരെ എല്ലാം സിമെട്രിയാണ്. ഇടത്തെ കൈ വലത്തെ കൈ, ഇടത്തെ കണ്ണ് വലത്തെ കണ്ണ്. മനുഷ്യപ്പോ ജോമെട്രിയുടെ അകത്ത് സിമെട്രി ബാലൻസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ വർക്ക് ഓഫ് ആർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത്. ജോമെട്രിക്കലി സെറ്റ് ചെയ്യുന്നതെല്ലാം കാണാൻ ഭയങ്കര സുഖമായിരിക്കും. സ്ട്രീറ്റ് പ്ലേയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, പക്ഷെ പ്രസീനത്തിൽ അത് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ ഉയരത്തിലുള്ള സ്ഥലം, താഴെയുള്ള സ്ഥലം, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സെറ്റ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സാധനമൊക്കെ വന്നു. ഈയുടെ പല പ്ലേകളിലും ഈക്വൽ പ്രൊപ്പോർഷനാണ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാർപ്പൻറ്റർ വെച്ച് ചെയ്തിരിക്കും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, വെൽഡിങ്. സത്യത്തിൽ അത് നല്ലതല്ല. ഞാൻ പറഞ്ഞ അത് മാറാം. നമുക്ക് ഒരു ജയില് കാണിക്കുകയാണെങ്കിൽ സെൻട്രൽ ജയില് കാണിക്കുക. എന്തെങ്കിലും ചരിച്ചിട്ട് എന്താ പ്രശ്നം? സെൻട്രൽ ജയില് ഒരു ചെറിയ ചെരുവിൽ നിൽക്കുകയാണെങ്കിൽ ആംഗിൾ ആക്ടിങ്, 2/3 ആക്ടിങ്ങിൽ വരും, നമ്മുടെ പ്രൊഫൈൽ ആക്ടിങ് വരും. മറ്റതെല്ലാം പിന്നെ ഇതേ അപകടം തന്നെയാണ് ആക്ടിങ്ങിൽ വരുന്നത്. അച്ഛനും മകളും അമ്മയും മകളും തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നേരെ ഓഡിയൻസിനോട് സംസാരിക്കുക. ഓഡിയൻസ് മുന്നിൽ നിന്ന് അമ്മായി ഇരിക്കണ്ട, അവിടെ അയൽക്കാരുണ്ട്. നമ്മൾ ഓഡിയൻസിലേക്ക് വരുന്നെങ്കിൽ അപ്പുറത്തൊരു അയൽക്കാരനായിട്ട് കുടുംബം എന്നുള്ള ലോജിക്ക് വരണം. ഓഡിയൻസിന് വേണ്ടി നിങ്ങൾ ആരും സംസാരിക്കണ്ട. നിങ്ങളത് ഈ ഓഡിയൻസിന് വേണ്ടി സംസാരിക്കുന്നത് അങ്ങനെ പഠിപ്പിച്ചിരിക്കുക. മൈക്ക് പിടിച്ച ഓഡിയൻസിനോട് പറയും. എന്ത് ഓഡിയൻസിനോട് പറയും? ഞാൻ എന്റെ വീട്ടിൽ സംസാരിക്കുമ്പോ ഞാൻ എന്റെ അയൽക്കാരൻ അവിടെ ഉണ്ടെങ്കിൽ വിളിച്ചു പറയും, ഡാ എന്ന് വിളിച്ചു പറയും. അങ്ങനെ മീനിങ് ഫുൾ ആക്ക്. എല്ലാം മീനിങ് ഫുൾ ആക്കിയാൽ മതി. ലോജിക്കലാക്ക്, മോട്ടിവേഷനിലാക്ക്. തിയറിയാണ് മോട്ടിവേഷൻ. മൂവ്മെന്റുകൾക്ക് മോട്ടിവേഷൻ വേണം, നിൽപ്പിന് മോട്ടിവേഷൻ വേണം, പ്രോപ്പർട്ടിക്ക് മോട്ടിവേഷൻ വേണം. സോ ഡ്രാമ എന്ന് പറഞ്ഞാൽ അത് ഇന്റലിജന്റ് ആൻഡ് ഇമാജിനേറ്റീവ് റീക്രിയേഷൻ ഓഫ് ലൈഫ് വിത്ത് സോഷ്യൽ ക്രിറ്റിസിസം. ഇന്റലിജന്റ് ആൻഡ് ഇമാജിനേറ്റീവ് റീക്രിയേഷൻ ഓഫ് ലൈഫ് വിത്ത് സോഷ്യൽ ക്രിറ്റിസിസം. സോഷ്യൽ ക്രിറ്റിസിസം ഇല്ലെങ്കിൽ അത് ഡ്രാമയാവില്ല, വേറെന്തോ കെട്ടിക്കാഴ്ചയാവും. പേടിച്ചിട്ട് കാര്യമില്ല. വിമർശിച്ചു എന്നുള്ള പേരില് സംഘപരിവാറുകാർ എന്തോ പാര കൊടുത്തു എന്ന് പറഞ്ഞപ്പോ മലപ്പുറത്ത് നിന്ന് റഫീഖ് മംഗലശ്ശേരിയുടെ നാടകം ആ സ്കൂളുകാരെ വേണ്ട വെച്ചു. ആ സ്കൂൾ അധ്യാപകൻ ഏതോ ഒരു റസാക്കോ ആരാണ്, അയാൾക്ക് പേടി, അയാൾക്കെതിരെ ഭീഷണി വരുമെന്നില്ല. പാവം അയാൾ കോർഡിനേറ്റ് ചെയ്തു. സബ് ജില്ല കളിച്ചു, ജില്ല കളിച്ചു, ജില്ല വിൻ ചെയ്ത പ്ലേ ആണ്. ആരാണ് അപ്പൊ പാര വെച്ചത്? ആ പ്ലേ സ്റ്റേറ്റ് വരികയാണെങ്കിൽ നമുക്ക് കാണാനുള്ള ആഗ്രഹമില്ല. 2 തവണയായിട്ടുണ്ട് ഇപ്പോ റഫീഖിന് ദുരന്തമല്ല, റഫീഖിനെതിരെ സംഘാടകരുടെ ദുരന്തം. റഫീഖിന്റെ ദുരന്തമല്ല, റഫീഖിനെതിരെ നിലപാടെടുക്കുന്നു. പൊളിറ്റിക്കൽ തിയേറ്റർ പറയുന്നവനെ, പ്രത്യേകിച്ച് റഫീഖ് ഒരു മുസ്ലിം കൂടി ആയതുകൊണ്ട് എന്നാ പിന്നെ ആക്രമിച്ചു. ആദ്യം SDPI ആക്രമിച്ചു, ഇപ്പൊ BJP ആക്രമിച്ചു. ഒരു കക്കുകളി ചെയ്തപ്പോ ഈ ജോബ് മഠത്തിനെതിരെ നമൂത്താന കേരള, സാക്ഷര കേരള എന്ന് പറയുകയും ചെയ്യും. ഇതൊന്നും ഏറ്റെടുക്കാൻ ധൈര്യമില്ല. സ്കൂൾ തിയേറ്ററിന്റെ അകത്ത് എത്രയോ വിപ്ലവകരമായ കാര്യങ്ങൾ നടന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്യാമ്പസിലെ എർമ പോലുള്ള നാടകങ്ങൾ. അന്നും സർ സയ്യിദ് കോളേജിൽ ഇടപെട്ടിരുന്നു എന്നാണ് സുബീറിന്റെ എർമ. ആ കുട്ടികൾക്കെതിരെ ഭീഷണിയൊക്കെ വന്നിരുന്നു. പെർബോർഡ് കോണ്ടാക്ട് പാടില്ല,
ഒരാണിന്റെ നെഞ്ഞത്ത് കയറി ഇരുന്ന് പെണ്ണ് ആണിനെ അടിച്ചു കൊല്ലേ, എന്തൊരു സീനാ. സുഹൈരം ബോധപൂർവം ചെയ്ത് തന്നെയാണ് ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടത്. പക്ഷെ അത് പിന്നീട് ഇന്റർസോൺ നല്ല നടനൊക്കെ കിട്ടണോടത്തേക്ക് എത്തി. അവിടുത്തെ ബി സോൺ കഴിഞ്ഞപ്പോ ബ്ലോക്ക് ചെയ്തവര് കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതിന് ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ വോയിസ് ഒക്കെ ഭരതവാക്യവും അങ്ങനെ കയറി വരുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ റഫീഖ് മംഗലശ്ശേരി ഈ ഒരു ഭീഷണിയുടെ ഭാഗമായിട്ട് നിരോധനം വരുമ്പോ ബാക്കിയുള്ളവരാലോചിക്കും നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മതി, നമ്മള് കാര്യഗൗരവമായ ഇതൊന്നും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ പണിയാവും. പിന്നെ നമ്മൾ ഞാൻ റഫീഖിനോട് പറഞ്ഞു സ്വതന്ത്രമായ ഒരു തിയേറ്റർ ആണ് നീ ചെയ്യേണ്ടത്, ഈ ക്യാമ്പസും മറ്റൊന്നും കുറഞ്ഞ് നടക്കാല്ലേ. എല്ലാ ക്യാമ്പസ് ചെയ്തവരും സ്വതന്ത്രമായ തിയേറ്റർ ചെയ്തിട്ടുണ്ട്. ബാക്ക് സ്റ്റേജ് ആണ് സുഖേരം ചെയ്തത്. മരുന്ന് നാടകവേദി വരെ എത്തിയിട്ടുണ്ട് ജോബ് മഠത്തില്. ശശിധരൻ നടുവില് റിമംബറൻസ് തിയേറ്റർ, ബദൽ മീഡിയ, പ്രിയനന്ദനൻ. ഞാൻ പറഞ്ഞത് അങ്ങനെ വളരെയധികം എല്ലായിടത്തും സ്വതന്ത്രമായ തിയേറ്റർ ഉണ്ട്. പാർട്ടോൺ ഓഫ് ഫിലിംസ് ഞാൻ ഒരുപാട് വലിയ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. 5 തവണ അക്കാഡമിയിൽ എന്റെ സെലക്ഷൻ വന്നിട്ടുണ്ട്. വെറുതെ നിന്നിട്ടല്ലേ പറയുന്നത്, ചെയ്തിട്ട് തന്നെയാ. 5 തവണ നാടകം സെലക്ട് ചെയ്തിട്ടുണ്ട്. 1 തവണ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അജന്ത 2003, 2015 തൂക്കരുമിടിയുണ്ട്, 2019 സുഹറൈ സരസ്വതിയും ചെയ്തിട്ടാ പറയുന്നത്. ഞാനല്ലെങ്കിൽ വേറെ ഡയറക്ടർ. ആ ഡയറക്ടേഴ്സൊക്കെ അവരുടെ പരിമിതി കൂടുതലും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിൽ കാണുന്ന പലതും ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അത് വേറെ കാര്യം. ഞാൻ ചെയ്യാറുണ്ടെങ്കിൽ കുറെ കൂടി വയലന്റ് ആവും. സ്റ്റേജൊക്കെ ഓപ്പൺ എയറും ഓഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഡിസൈൻ പ്രശ്നത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അത് പോട്ടെ, നമ്മളൊരാളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണല്ലോ. രോഗി ഡോക്ടറും തമ്മിലുള്ള കരാറ് പോലെ. പിന്നെ ആ ഡോക്ടറെ സംശയിച്ചിട്ട് കാര്യമില്ലല്ലോ, ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് സ്കൂൾ തിയേറ്റർ, ക്യാമ്പസ് തിയേറ്ററുകൾ അതേപോലെ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. സ്പേസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ആ സ്പേസിന്റെ വെർട്ടിക്കൽ തലവും ഹൊറിസോണ്ടൽ തലവും എങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് ഉപയോഗിക്കുക. അങ്ങനെയുള്ള പ്ലേകൾ എടുക്കണം. ആ പ്ലേകൾ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്യാൻ പഠിക്കണം. ലൈവ് മ്യൂസിക് പരമാവധി ഉപയോഗിക്കാൻ പറ്റണം. ഈ കട്ട് ചെയ്തെടുത്ത് അവിടെ നിന്ന് കോപ്പിറൈറ്റഡ് സാധനങ്ങളും സിനിമാ പാട്ടും. ഇപ്പൊ നമുക്ക് നാടക ഗാത്രത്തില് KPSC ഗാനങ്ങൾ വെക്കേണ്ടി വരികയാണെങ്കിൽ വെക്കാം. ജിനേഷ് ചെയ്തിട്ടത് മീനിങ് ഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മാട്രിമോണിയിലൊക്കെ. അത് ആ നാടക ഗാത്രത്തിന് ആവശ്യപ്പെടുന്നതുകൊണ്ടാണ്. വേറെ ചില പ്ലേകളിൽ ആവശ്യമില്ലാതെയും മൂഡിന് വേണ്ടി സിനിമ പാട്ട് ഉപയോഗിക്കണം. അങ്ങനെയല്ല, മൂഡിന് വേണ്ടിയല്ല, അത് മീനിങ് ഫുൾ ആയിരിക്കണം. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് പ്രൊജക്ട് ഓപ്പറേറ്ററുടെ ജീവിതം നമ്മൾ നാടകം ചെയ്തു ഡോക്യുമെന്ററി കാണിക്കേണ്ടി വരും. കാരണം അയാള് ഒരുപാട് സിനിമകൾ കാണിച്ച ആളാണ്. പ്രൊജക്ട് ഓപ്പറേറ്ററുടെ ജീവിതം അനന്ത് പടവത്തിന്റെ ജീവിതത്തിൽ നമ്മൾ നാടകം ചെയ്ത് നോക്കൂ, ഡോക്യുമെന്ററി കാണിക്കേണ്ടി വരും. ശരത് ചന്ദ്രന്റെ ജീവിതം കാണിക്കുക. ആ ജീവിതം എന്താ നമ്മൾ നാടകമാക്കാത്ത? സത്യനോടേശയുടെ ജീവിതം നാടകമാക്കുന്നില്ലോ. ജോണബ്രാത്തിന്റെ ജീവിതം നാടകമാക്കുക. സ്വന്തമായിട്ട് അമ്മവരെയും കാണിക്കേണ്ടി വരും. ഇങ്ങനെ നമ്മള് നാടകക്കാർക്ക് എന്തോ കുറെ സിനിമാക്കാരൊന്നും നമ്മുടെ കഥാപാത്രങ്ങളല്ല. അതിജീവിതയുടെ അത് പറഞ്ഞു നിർത്താം. അതിജീവിതയുടെ ജീവിതാനുഭവം അപ്പൊ നമുക്ക് പലതും ഇപ്പൊ തുറന്നു കാണിക്കേണ്ടി വരും. ജുഡീഷ്യറി അടക്കം നമ്മുടെ നാടകവേദി ഇപ്പൊ ചെയ്യേണ്ടത് അതിജീവിതയുടെ അവരതിജീവിച്ചു പോയി. ഭയമുള്ള ഗൂഢാലോചനക്കാരെല്ലാം പേടിത്തൊണ്ടന്മാരെ അവരതിജീവിക്കൂല. കാരണം വർക്ക് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. തട്ടിപ്പും മത്തങ്ങി കോമഡിയൊക്കെ ആയിട്ട് അവർ പോകും. അതിജീവിതം മുന്നോട്ട് പോകും. നമ്മൾ ആ കോടതി വിധി അടക്കം വെച്ചുകൊണ്ട് അതിഗംഭീരമായ നാടകത്തെ കുറിച്ച് ആലോചിക്കും. അങ്ങനെ പറഞ്ഞ് നിർത്താം. മീലായി അതിജീവിത എന്തെങ്കിലും നിർമ്മാണം പോലൊക്കെ കഴുകൻ വന്ന് കാണിക്കലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. റിയൽ ആയിട്ട് എന്താണെന്നുള്ളത്. അപ്പൊ നമുക്ക് രംഗഭാഷയിൽ ഭയങ്കര സാധ്യതയാണ്. വണ്ടി വരുന്നു, വണ്ടി ബ്ലോക്ക് ചെയ്യുന്നു, കയറുന്നു, അറ്റാക്ക് എല്ലാം എക്സ്പോസ് ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പീഡനങ്ങളൊന്നും എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നതൊന്നും തിയേറ്ററിൽ നല്ല ഒന്നല്ല. തിയേറ്ററിൽ വയലൻസ് പോലും നമ്മൾ വോയിസ് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ചുവന്ന തുണിയിലുള്ള ഇതാണ് ഒരു സിൽക്കിന്റെ ഒരു ചുവന്ന തുണി ഉപയോഗിച്ചിട്ട് സുബീരൻ ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുള്ളിൽ കൂടെയാണ് റേപ്പിന്റെ സാധനം കാണിക്കുന്നത്. എത്ര ബുദ്ധിപരമായിട്ട്, കാരണം ക്ലോസപ്പ് ആണത്. ക്ലോസപ്പിൽ നമുക്ക് ലവിങ് ആയിട്ട് ബന്ധപ്പെട്ട എന്തും ചെയ്യാം, കെയറിങ് ചെയ്യാം, ഭക്ഷണം കൊടുക്കുന്ന എല്ലാം ചെയ്യാം. പക്ഷെ വയലൻസ് അതൊരിക്കലും നമ്മൾ ക്ലോസപ്പിൽ ചെയ്യേണ്ട കാര്യമില്ല. അതിന് വേറെ ഇമേജിലൂടെ എങ്ങനെ അത് ബോധ്യപ്പെടുത്താം. അതുകൊണ്ടാണ് അന്നൊരു ചുവന്ന തുണിയിലുള്ളിൽ കൂടെ ഞാനും സീമിയും തമ്മിൽ, ഞാൻ പട്ടാള ഓഫീസർ വോഷകന്റെ ഭാര്യയെ പീഡിപ്പിക്കുന്നത് അങ്ങനെ ചെയ്തു.
അത്ര മതി. വളരെ ഇന്റലിജന്റ് ആയിട്ടാണ് അന്ന് ഡിസൈൻ ചെയ്തത്. നമുക്ക് കൊതി തോന്നണം അതൊന്നുകൂടി കളിച്ചാന്നൊക്കെ തോന്നുന്നു. എന്റെ പ്രായമൊന്നും പ്രശ്നമല്ല. ഈ പ്രായത്തിൽ 67 വയസ്സിൽ നമ്മൾ ചെയ്യും. സുവീരനായിട്ടൊന്ന് ആലോചിച്ച് നോക്കട്ടെ. വോയിസ് ഒക്കെ ഒന്ന് ആ ഒരു ഡിസൈൻ ഒരു തവണ മരിക്കുന്നതിന് മുമ്പ് ഒരു ആഗ്രഹമാണ്. സുവീര ആ 4 പേര് വെച്ചിട്ട് നമ്മൾ ആ ചുവന്ന കുരിച്ച് താഴെയിട്ടുള്ള ഒരു വോയിസ് ഒരു 1000 പേര് ഇരുത്തിട്ടൊന്ന് കാണിച്ചാൽ കൊള്ളാറുണ്ട്. അമേരിക്കൻ ഓഫീസറും സർജന്റായിട്ട് ഞാൻ വരും, ഭയക്കുമ്പോ തന്നെ. ഒന്ന് പഠിപ്പിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് സാൻഡ്വിച്ച് തിയേറ്റർ പൊളിറ്റിക്കൽ തിയേറ്റർ ആവുന്നത്. ജോർജ് ബുഷ്ണറുടെ ആ വോയിസ് ഒക്കെ നമുക്കൊന്ന് പെട്ടക്കാം. മനസ്സിലായ? അപ്പൊ അതാണ് നാടകവേദി നവീകരിക്കപ്പെടണം. അമേച്ചർ നാടകവേദി നവീകരിക്കപ്പെടണം. ഇപ്പൊ നമുക്കറിയാം മടമോഷം 10, 40, 50 കളിയിലേക്ക് പോകുന്നു. കമ്മ്യൂണിക്കേറ്റീവ് ആണ്. ഒരുപാട് കെട്ടിക്കാഴ്ചകളൊന്നുമില്ല. ഓപ്പൺ എയർ ആണ്. ഓപ്പൺ എയറിൽ കളിച്ചാലേ വിജയിക്കുക പ്ലേ. അവര് തമ്മിലുള്ള ജയേന്ദ്രൻ തകഴിക്കാരനും പ്രമോദ് വെളിയനാണ്. നല്ല ഗിവ് ആൻഡ് ടേക്ക്. എങ്ങനെയാണ് നമ്മുടെ ദൈവം, നമ്മുടെ മണ്ണ്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം എവിടെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്, നമ്മുടെ കൾച്ചർ, ലാംഗ്വേജ്, ഭാഷ നമ്മളിൽ നിന്ന് പോകുന്നത് ആരാണ് അടർത്തി മാറ്റുന്നത്. അതുകൊണ്ട് സവർണബിംബം നിറഞ്ഞു കവിയുന്ന എല്ലാ പ്രസ്ഥാനത്തിനുള്ള മുന്നറിയിപ്പും കൂടിയാണ് ആ പ്ലേ. നമ്മുടെ ഓരോരുത്തരുടെ അകത്തുള്ള പ്രസ്ഥാനത്തിനുള്ള കമ്മിറ്റ്മെന്റ് ഉള്ളപ്പോ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ ആലോചിക്കണം, ഞാനും സവർണനായി മാറുന്നുണ്ടോ? മോഷം എന്ന് പറയുന്നത് സവർണബിംബങ്ങളിൽ നിന്നുള്ള മോഷമാണ്. അങ്ങനെ ആ സവർണബിംബങ്ങളെ തകർത്ത് കളഞ്ഞാലാണ് മാടന് മോഷം കിട്ടുള്ളൂ. മാടമോഷ ദളിത് വിരുദ്ധ നാടകമെന്നൊക്കെ ആരോ പറഞ്ഞു എന്നൊക്കെ അവിടെ ചർച്ച. ഒരു ദളിതനെ പറഞ്ഞു എത്ര ദളിത് വിരുദ്ധതാണ്. ദളിത് വിരുദ്ധത എന്താണെന്ന് അറിയാത്ത ദളിതനാണ്. ദളിതൻ എന്തോ അതിന്റെ പൂണൂലിട്ട എന്തോ വലിയ ബ്രാഹ്മണന്റെ പോലെ ഇരുന്നു ആ നാടകം ദളിത് വിരുദ്ധമാണ്. അവിടെ ചർച്ച വന്നിരുന്ന ആരോ എന്നോട് പറഞ്ഞു. ഇങ്ങനെയും പറഞ്ഞവരുണ്ട് മാഷെന്ന്. ചിരിച്ച്. കാരണം എന്താണ് ദളിത് വിരുദ്ധത, എന്താണ് അത് വളരുന്നത് ഇവിടെ എന്ന് തുറന്നു കാണിക്കുന്ന അതിശക്തമായ നാടകമാണ്. ദളിത് എന്ന് പറയുന്ന അടിസ്ഥാന വർഗം, ദളിത് ഞാനും ഒക്കെ ദളിതാണ്. നിങ്ങളും ഈ തൊലി വെളുപ്പൊന്നും കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ ദളിതരാ. കുറച്ച് അദാനി അംബാനിമാരും അതിന്റെ കുറച്ച് കോർപ്പറേറ്റുകളും മാറ്റി നിർത്തിയ ബാക്കിയെല്ലാം ഒരു ആവശ്യമില്ല. പുറന്തള്ളപ്പെടേണ്ട, ഉന്മൂലനം ചെയ്യപ്പെടേണ്ട മനുഷ്യരാണെന്നാ പറയുന്നത്. നടക്കാരെല്ലാവരും ഉന്മൂലനം ചെയ്യപ്പെടാൻ പോവുക, കവികള്. അങ്ങനെ ലോകത്തിലേക്കാ കാര്യങ്ങൾ പോകുന്നു. അപ്പോഴാണ് ആര് ഈ ദളിതൻ എന്ന് തിരിച്ചറിയാത്ത എന്തോ തൊലിവെളുപ്പുള്ള ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ നടക്കുന്ന ആൾക്കാരാണ് ഇവിടെ. സത്യത്തില് ഇവിടെ കുറെ കോർപ്പറേറ്റുകളും വേൾഡ് കോർപ്പറേറ്റുകളും കുറച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അടിമകളായിട്ടുള്ള ഏകാധിപതി ഭരണാധികാരികളും മാത്രം മതി. ഞങ്ങള് കൂടെ ഈ ലോകം മുഴുവൻ എൻജോയ് ചെയ്ത് നടന്നുകൊണ്ട് കുതിര വണ്ടിയിലൊക്കെ ഇങ്ങനെ നിങ്ങൾ കുറെ ആൾക്കാർ മനുഷ്യരെയൊക്കെ തട്ടി തടഞ്ഞിട്ട് നടക്കാൻ വയ്യാന്ന് പറയുന്ന അങ്ങനെ കേരളായതുകൊണ്ട് നമ്മൾ പിടിച്ചേക്കുന്നത്. നാളെ കാണാം. SIR കഴിഞ്ഞ് പൗരത്വ ബില്ലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുപേര് നമ്മൾ പേടിയൊന്നുമില്ല. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇരുന്നാലും നമ്മള് ആ ജൂലിയസ് പീച്ചിക്കിന്റെ പോലെയും ആൻ ഫ്രാങ്കിന്റെ പോലെയൊക്കെ നമ്മൾ എടുത്തു. പുറത്തു വരില്ല എന്ന് മാത്രം. മരമൊക്കെ കത്തിച്ചു കളയും. എത്രയും നേരത്തെ പറയാനുള്ള സത്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് ഞാൻ വീണ്ടും പുക്കാസയുടെ ഒരു ഇതിന് മീറ്റിങ്ങിന് കവിശികയുടെ ഇതിൽ പറഞ്ഞ പോലെ സുരാസു പണ്ട് സാംസ്കാരിക വിപ്ലവത്തെ കുറിച്ച് വലിയ ബുദ്ധിജീവി നക്സലേറ്റ് ചർച്ച നടക്കുമ്പോൾ സുരാസു ജോൺ അബ്രാഹും ഒക്കെ കയറി വന്ന് ഉടക്ക് ഉണ്ടാക്കണ പരിപാടി ഉണ്ട്. അതിനകത്ത് പറഞ്ഞു വിപ്ലവം സാംസ്കാരിക വിപ്ലവം സ്വപ്നം കണ്ട് നടന്ന സഖാവി കേവലം സൈക്കിളി മുട്ടി മരിച്ച ആ സഖാവിന്റെ ഓർമ്മയ്ക്ക് സാംസ്കാരിക വിപ്ലവം സ്വപ്നം കണ്ട് നടന്ന സഖാവ. പക്ഷെ കേവലം സൈക്കിള് മുട്ടി രക്തസാക്ഷിയാകുമെന്ന് സ്വപ്നം കണ്ട് നടന്ന സഖാവ്. കേവലം സൈക്കിള് മുട്ടി മരിച്ച സഖാവിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞ് അവരെ ചോണപ്രാകം ഒരു സാംസ്കാരിക വിപ്ലവം വീണൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു അലക്കലക്കിയത്. അതെ, 60%
മനുഷ്യരെ ഞാൻ സംഘടിപ്പിക്കാം. 40% മനുഷ്യരെ വേണു നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ? നക്സലേറ്റ് മീറ്റിംഗ് നടക്കും അവിടെ. കെ വേണു, വലിയ പുലികള്. അപ്പൊ 60% കേരളത്തില് കള്ളുടിയന്മാരാ. ജോൺ എബ്രഹാം പറഞ്ഞ കേൾക്കൂത്ര എന്ന് പറഞ്ഞ ഒരു 80കളുണ്ട്. പി എം മാന്യ നാടകം ചെയ്ത, അവിടെ ഡൽഹിയിൽ ആ സമയത്ത് സപ്തരാഷ്മി നാടകം ചെയ്ത ഒരു നാടക ചരിത്രമുണ്ട്. രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രമാണ്. പി എം മാന്യനെ ആരും തല്ലിക്കൊന്നില്ല. അല്ലെങ്കിൽ ഈ പസോളനിനൊക്കെ ജീപ്പിൽ കെട്ടി വലിച്ചു കൊന്ന പോലെ പി എം മാന്യനെയൊക്കെ കൊല്ലണ്ടായിരുന്നു. എന്തോ പള്ളിക്കാരത് ചെയ്തില്ല. പാവം തെരുവാടം ചെയ്തത് അറ്റാക്ക് ചെയ്ത് മരിച്ചുപോയി. അറ്റാക്കും ആ പരമ്പരയൊക്കെ ഊർജം ജോൺ എബ്രഹാത്തിന്റെ അമ്മ അറിയാനൊക്കെ ഊർജം വന്നു. നമ്മളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് എന്ത് ഹൈടെക് വളർന്നാലും മനുഷ്യജന്മം തുറന്നു കാണിക്കുന്ന രംഗഭാഷ, അതിന്റെ ഡൈനാമിസം, അതിന്റെ സെക്കൻഡിൽ സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന രംഗഭാഷ, ചലനാത്മകത, സ്പേസ്, അതിങ്ങനെ ഇങ്ങനെ തളച്ചു മറിയണം. അങ്ങനെ തളച്ചു മറിയുന്ന രംഗഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും 18 നാടകങ്ങൾ 2 ദിവസം കണ്ടതിൽ ഒരു 12 നാടകങ്ങൾ കൊള്ളാം. നല്ല പവറുണ്ട്, പിന്നിൽ ഭാവനയുള്ള സംവിധായകരുണ്ട്. ഈ നേരത്തെ പറഞ്ഞ സ്റ്റേജ് പരിമിതി കാരണം, മൈക്കിന്റെ ഈ ഔട്ട്പുട്ട് പുറത്തേക്ക് വരാത്ത കാരണം പലരും സെറ്റിനെ കയറ്റിയിട്ടു എന്നുള്ളത്, അങ്ങനെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഞാൻ സ്വയം കണ്ടെത്തിക്കൊണ്ട് ഈ ലൈവ് അവസാനിപ്പിക്കും. ആ സ്റ്റേജിൽ എല്ലാ നാടകങ്ങളും ആ അർത്ഥത്തിൽ പരാജയമായി മാറി. അവരെങ്ങനെ ജില്ലയിൽ കളിച്ചോ ആ ഡയമെൻഷനിൽ, ആ ഡെപ്തിൽ അവർക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല. പി ടി മനോജും നമ്മളൊക്കെ സംസാരിച്ച വിഷയം അത്. നേരത്തെ ഞങ്ങൾ പി ടി മനോജ്, ബിജുർണേവ്, ബിനോയ്, പിന്നെ ശ്യാം സോർബ, അങ്ങനെ എല്ലാവരും സംസാരിച്ചപ്പോൾ നമ്മൾ കണ്ടെത്തിയൊരു വിലയിരുത്തി, ഇത്തരം ഒരു സ്റ്റേജിൽ എത്ര മഹത്തായ നാടകമാണെങ്കിലും പൊളിഞ്ഞു പോകും. കാരണം കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് പലതും ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്യേണ്ട ഗതികേട് വന്നിട്ട്. വിദ്യാഭ്യാസ വകുപ്പും നാടകത്തിന്റെ സംഘാടകരും നാളെ ഇത്തരം ഗതികെട്ടൊരവസ്ഥ ഉണ്ടാക്കാതിരിക്കട്ടെ. ഇറ്റ്ഫോക്കിന് അഭിവാദ്യങ്ങൾ. മികച്ച നാടകങ്ങൾ വരട്ടെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിൻ ചെയ്ത നാടകങ്ങൾക്കെല്ലാം ഗ്രാമത്തിൽ കളി കൊടുക്കുക. തീർച്ചയായിട്ടും ജിനോന്റെ നാടകവും, ജിനേഷിന്റെ നാടകവും, സലീഷിന്റെ ഈ താറാവും ഒറ്റയും മികച്ച അവതരണങ്ങളാണ്. പാലക്കാട് നിന്ന് ഒറ്റ, ഓരോ പ്ലേകൾ, കുടുക്ക്, ആലപ്പുഴ, അത് ഗംഭീര പൊളിറ്റിക്സ് ആണ്. അങ്ങനെ ഒരു 10 പ്ലേകൾ നിരന്തരം നമ്മുടെ കേരളത്തിൽ കളിക്കണം. ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് 19-20 നാടകങ്ങൾക്ക് ഭയങ്കര സാധ്യതയാണ്. ആ 20 നാടകങ്ങൾക്കും 2-3 ദിവസമായിട്ട് ഫെസ്റ്റിവലുകൾ ഗ്രാമങ്ങളിൽ ഒരുക്കട്ടെ. അവർക്ക് നല്ല അവരുടെ റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ട് വരാവുന്ന രീതിയിൽ ഈ മാർച്ച് ഏപ്രിലിനിടയിൽ ഒരു 10 അവതരണങ്ങൾ വെച്ച് ഓരോരുത്തർക്കും കിട്ടട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. പ്രേമമൂച്ചുകൊണ്ടിന്റെ നാടകം ദ റൺ നല്ല വർക്കാണ്. മാട്രിമണി, ഒരുപാട് പ്രേമമൂച്ചുകൊണ്ടൊക്കെ വളരെ മഞ്ഞ നിറത്തിലൊരു ഫ്രെയിം മാത്രം വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദ റൺ എന്നുള്ള പ്ലേ, അതുപോലെ കാസർഗോഡ് നിന്ന് വന്നൊരു പ്ലേ, അതാണ് ദ റണ്ണ്. ഇവരുടെ ഈ ഇരവ് ഗംഭീര അഭിപ്രായമാണ്. കുടുക്ക്, ഇരവ്, ഇവന്റെ പിന്നെ ഈ പറഞ്ഞ ജിനോന്റെ പ്ലേകള്, പോക്ക്, പവർഫുൾ പ്ലേകളാണ്. ജിനേഷിന്റെ പ്ലേകള്, മനോജ് നാരായണന്റെ പ്ലേ നല്ല വർക്ക് തന്നെയാണ്. നല്ല ഡയമെൻഷനിൽ പോയിട്ടുള്ളത് നല്ല വർക്കാണ്. കാരണം അത്രയും സ്പേസിന് അത്രയും ചലനാത്മകമാക്കുന്നൊരു വർക്കാണ്. ഒട്ടും മോശമൊന്നുമല്ല. പിള്ളേരും നല്ല പവർഫുള്ളാണ്. നിരപ്പലേക്ക് പോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന സാധനം. അത് അറിയാതെ ഇങ്ങനെ മർജ് ചെയ്ത് സെറ്റ് മാറ്റമൊന്നും അറിയുന്നില്ല. അവർ പാട്ടും പാടി സെറ്റ് മാറ്റാണ്. പക്ഷെ നമുക്കത് ആ പ്ലേക്ക് ആവശ്യപ്പെടുന്ന ഒരു ഡിസൈനാണ്. തട്ടോ അതുപോലെ തന്നെ വേറെ തട്ടം കുറച്ചുകൂടി സ്പേസ് ഉപയോഗിക്കാം. ബാക്ക് സ്പേസ് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാം. ബ്ലാക്ക് ഇങ്ങനെ അടുത്തേക്കിട്ട പോലെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതാണ് ഈ മൈക്ക് സിസ്റ്റം പ്രശ്നമായതുകൊണ്ട് അവര് അത് പോട്ടെ. പക്ഷെ നല്ല അറ്റംപ്റ്റുകളാണ് എല്ലാം. എല്ലാ പ്ലേകളും ആ രീതിയിൽ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്ലേകളാണ്. തൃശ്ശൂരിന്റെ പ്ലേ, എം കെ ബാബുവിന്റെ ദളിത് പൊളിറ്റിക്സ്, ദളിത് കൾച്ചർ, ദളിത് മോശം പറയേണ്ടത് സത്യമായിട്ട് തന്നെ പറയുന്നു. റിയലിസ്റ്റിക് ആയ പ്ലേകൾ കുറവാണ്. എന്നാലും നമുക്ക് പ്രതീക്ഷയുണ്ട്. ഞാൻ ഈ പറയുന്നതിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ എടുക്കുക. ഞാൻ എപ്പോഴും കാണുന്ന സ്പേസ് മാക്സിമം ഉപയോഗിക്കുന്ന പ്ലേകൾ ബോഡി കോണ്ടാക്ട്, സൈക്കോളജിക്കൽ ആക്ടിങ്
സ്ട്രെസ് കൊടുക്കേണ്ടടുത്ത് സൈലൻസ് കൊടുക്കുന്നിടത്ത് സൈലൻസ് കൊടുക്കാൻ പറ്റണം. ഓഡിയൻസിനെ നടൻ നടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന എത്ര സെക്കൻഡ് ആ സെക്കൻഡ് അത്രയും കൊടുക്കണം. ഡയലോഗ് പടക്കം പോലെ പൊട്ടിച്ചു പോകുന്നതല്ല നാടകം. അതുകൊണ്ട് നാടകം സമരായുധമാണ്, അതിജീവനത്തിന്റെ ആയുധമാണ്, നിശബ്ദതയുടെയും കൂടി ഒരു അരണിയാണ്. ഈ വയലൻസും സൈലൻസും കടഞ്ഞെടുക്കേണ്ട ഒരു അരണി കൂടിയാണ് നാടകവേദി. ജീവിതത്തെ നേരത്തെ പറഞ്ഞ പോലെ എന്റേതായിട്ടുള്ള ഗ്രാമറിൽ പറഞ്ഞാൽ കടഞ്ഞെടുക്കുന്നതാണ്. ഈ പറഞ്ഞ ഡയമണ്ട് കടഞ്ഞെടുക്കുന്ന പോലെ ജീവിതത്തിനെ നമ്മൾ ആറ്റിക്കുറുക്കി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ 54 കട്ടിങ്ങിൽ ഡയമണ്ട് കടയുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ 5C വെച്ചിട്ടുള്ള ഒരു ഗ്രാമറിലാണ് ഞാനത് പറഞ്ഞു നിർത്താറ്. 5C എന്ന് പറയുന്നത് രണ്ടറ്റത്തുണ്ട്. കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം, ഒറ്റ കൺസെപ്റ്റ് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ആ കൺസെപ്റ്റ് എടുത്തിട്ട് അതിന് ആവശ്യപ്പെടുന്ന ഒരു കോമ്പോസിഷൻ എന്നുള്ളതാണ് രണ്ടാമത്തെ C. ഫസ്റ്റ് C കൺസെപ്റ്റ് ആണ്, തീമാണത്. സെക്കൻഡ് C എന്ന് പറയുന്നത് അതിന്റെ കോമ്പോസിഷനാണ്. ആ കൺസെപ്റ്റിന് ആവശ്യപ്പെടുന്ന പോയറ്റിക് ആയിട്ടുള്ള ഡിസൈൻ ആണോ, പെയിന്റിംഗ് ആണോ എന്നുള്ളത്. മൂന്നാമത്തെ C എന്ന് പറയുന്ന അതുമായുള്ള ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഓരോ യൂണിറ്റിന് എടുത്തിട്ട് അതിന്റെ അടുത്ത C എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രാഫ്റ്റ് ആണ്. മൂന്നാമത്തെ C. അതിന് ആക്ടിങ് ക്രാഫ്റ്റ്, ആർട്ടിന്റെ ക്രാഫ്റ്റ്, മ്യൂസിക്കിന്റെ ക്രാഫ്റ്റ് ഒക്കെ വരുന്നു. പിന്നെ നാലാമത്തെ C എന്ന് പറയുന്നത് അതിന്റെ ക്ലാരിറ്റിയാണ്. ചാക്കോടി അന്തിക്കാരന്റെ തിയറിയാണത്. എല്ലാ ഇതിലും ഞാൻ ജഡ്ജ്മെന്റ് പറയുന്നത് ക്ലാരിറ്റിയാണ്. അത് എത്ര വ്യക്തമാക്കിയിട്ട്, എത്ര ടോൺ വേരിയേഷനില് മ്യൂസിക് സബ്ലൈമായിട്ട് വരുന്നിടത്തും ഓവറായിട്ട് വരുന്നിടത്തും, സീൻ ചേഞ്ചിൽ ഓവറും ഡയലോഗിന്റെ ഇടയിൽ സബ്ലൈമും ഡയലോഗിന്റെ ഇടയിൽ വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളത്. ആ ക്രാഫ്റ്റ് ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ആക്ടിങ്ങിന്റെ ക്ലാരിറ്റിയാണ്, ശബ്ദവും ചലനത്തിന്റെ ക്ലാരിറ്റിയാണ്. അഞ്ചാമത്തെ C ആണ് ഏറ്റവും മികച്ചത്, കമ്മ്യൂണിക്കേഷൻ. ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ C ആണ്. ഈ 5Cയില് കൺസെപ്റ്റ്, കോമ്പോസിഷൻ, ക്രാഫ്റ്റ്, ക്ലാരിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഈ 5C അങ്ങനെ വന്ന് നിൽക്കുന്ന ആര് അവധാനതയോടെ ചെയ്യുന്നു. സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും ഏത് വർക്ക് ഓഫ് ആർട്ടാണെങ്കിലും ഗംഭീരമായിരിക്കും. ഈ സ്കൂൾ ഫെസ്റ്റിവൽ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സംഗീത അക്കാദമിയുടെ അവതരണങ്ങളും നാട്ടിലെ അമേച്ചർ അവതരണമാണെങ്കിൽ ചെറിയ അവതരണമാണെങ്കിൽ പോലും ഇതെല്ലാം ചേർന്നുകൊണ്ട് മൾട്ടി ഡൈമെൻഷനലായിട്ട് ഓഡിയൻസിലേക്ക് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് ഓഡിയൻസിന് ഇഷ്ടപ്പെടുകയും വീണ്ടും വീണ്ടും കാണുമ്പോൾ വീണ്ടും വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മൾട്ടി ഡൈമെൻഷൻ ചേർന്നുകൊണ്ട് വർക്ക് ഓഫ് ആർട്ടിനെ നിർണയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് നൈറ്റ് ടു 16th സ്കൂൾ സ്റ്റേറ്റ് കലോത്സവം. സമാപനം കഴിഞ്ഞു. ഞാൻ ആ വേദിയിൽ ഉണ്ടായിരുന്നില്ല, തീരെ ടയർഡായതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. മോഹൻലാൽ വന്ന് എന്താ പറഞ്ഞെന്നൊക്കെ പിന്നെ കാണാമെന്ന് വെച്ചു. ഓക്കെ, ഗുഡ് നൈറ്റ്. ചാക്കോടി അന്തിക്കാട്, പാർട്ട് ONO ഫിലിംസ്, ഭരത് പി. ആന്റണി അവാർഡ് കമ്മിറ്റി കൺവീനർ.